യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഈ വചനം യോബിന്റെ പുസ്തകത്തിന്റെ 1 മുതൽ 41 അധ്യായങ്ങൾ കഴിഞ്ഞ ശേഷം 42-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിശക്തമായൊരു സാക്ഷ്യമാണ്. യോബ് തന്റെ സാക്ഷ്യം പ്രസ്താവിച്ചത് ചില വാക്കുകൾ ഒതുക്കാനിടയാക്കുന്നു. ഒരുപാട് നമ്മളൊക്കെ പറയും, നമ്മൾ പറഞ്ഞ സാക്ഷി തീരത്തില്ല എന്ന് പറയത്തില്ല. ശരിയാണ്, ഓരോരുത്തരും ജീവിതത്തിലെ കാര്യങ്ങൾ തീരത്തില്ലെന്ന് വാക്കുകളെ ചുരുക്കി പ്രസ്താവിക്കാൻ കഴിയും. അതിനെ ഒതുക്കി ചില വാക്കുകളിൽ, ചില വചനങ്ങളിൽ മാത്രം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന സകല കാര്യങ്ങളെ സംക്ഷേപിച്ച് സാക്ഷ്യം പ്രസ്താവിക്കാൻ കഴിയും. അതാണ് യോബ് ചെയ്തത്. അവസാനം ഒറ്റ വാക്കിൽ അവന്റെ സാക്ഷ്യം പ്രസ്താവിക്കുക, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ജീവിത അനുഭവങ്ങളുടെ ബന്ധത്തിൽ അവൻ മനസ്സിലാക്കി ദൈവത്തിന് സകലവും കഴിയുമെന്ന്. മറ്റൊരു കാര്യം അവനറിയാമായിരുന്നു, ദൈവത്തിന് ഉദ്ദേശം ഒന്നും സാധിക്കാതെ പോകുകയില്ല എന്നും അവന് അവന്റെ ജീവിത അനുഭവങ്ങളിലൂടെ തിരിച്ചറിവുണ്ടായിട്ട് അവൻ സംസാരിപ്പാട്ടിടയാത്ത. ഭക്തന്മാരായിരിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഉയരുമ്പോൾ അവര് ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കും, പക്ഷെ ഒരിക്കലും ദൈവത്തിന് വിരോധമായി അവർ സംസാരിക്കുകയില്ല. അതാണ് ഭക്തി എന്നതിന്റെ അർത്ഥം. ഭക്തി എന്നതിന്റെ അർത്ഥം ഏത് സന്ദർഭത്തിലും ദൈവത്തിന് വിരോധമായി സംസാരിക്കാതിരിക്കുന്നതിനെയാണ് നിർമ്മലമായ ഭക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന്റെ അർത്ഥം അവർക്കറിയാം, ഇതിന്റെ എല്ലാം പിമ്പിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്, അത് സാധ്യമാകുന്ന ഉദ്ദേശമാണ്. അവന് സകലവും കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഇവന് വന്നു. അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ പല സന്ദർഭങ്ങളിലും ഇനി ഒന്നുമില്ല, തീർന്നു എന്നൊക്കെ സന്ദർഭിച്ച ദിവസങ്ങളായിരുന്നു, സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഇനി ഒന്നുമില്ല, ഇനി അപ്പുറമായിട്ടൊന്നുമില്ല, എല്ലും തോലുമായി തീർന്ന യോബിന് സംസാരിക്കാൻ പോലും കഴിവില്ലായിരുന്നു. ദീർഘശ്വാസം വിടുന്ന ഒരു വ്യക്തിയായി മാറി. പുഴുക്കൾ അവന്റെ ശരീരത്തിന്മേൽ ഉണ്ടായിരുന്നു. അങ്ങനെ സകലവിധമായ ബാധകളാലും പുറമേയും അകമേയെല്ലാം ബാധിതനാക്കുന്ന യോബിന്റെ ജീവിതത്തിന്റെ അവസാനം നോക്കിയപ്പോൾ പറയുക, ദൈവമേ നിനക്ക് സകലവും കഴിയും. ഇന്ന് ഈ പ്രഭാതത്തിലും ഉപവാസപ്രാർത്ഥനയിലും നമുക്ക് പറയാൻ സാധിക്കണം, കർത്താവേ, ഏത് അവസ്ഥയാണെങ്കിലും അതിനെ മാറ്റാൻ അങ്ങേക്ക് കഴിയും. എന്റെ ഏത് അവസ്ഥയാണെങ്കിലും അതിനെ മാറ്റി എടുക്കാൻ കഴിവുള്ളവനെയാണ് ഞാൻ എന്റെ ദൈവമായി ആരാധിക്കുന്നത്. അതാണ് അവന്റെ സാക്ഷ്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇവനെ കുറിച്ച് ദൈവത്തിനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഉദ്ദേശപ്രകാരമാണ് പരീക്ഷയ്ക്കായി ദൈവം അവനെ ഏൽപ്പിച്ചുകൊടുത്തത്. പരീക്ഷയിൽ വിജയിപ്പാനിടയാത്ത സാത്താൻ വിചാരിച്ചതിൽ പരാജയപ്പെട്ടു പോകുമെന്ന്. ഇവൻ നിരാശപ്പെട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് കളയുമെന്ന് വിചാരിച്ചത്. അവരുടെ ഭാര്യ നല്ല ഭാര്യയാണ് യോബിനുണ്ടായിരുന്നത്. യോബിന്റെ ഭാര്യ ഒരിക്കലും മോശക്കാറ്റിയായിരുന്നു. നമ്മൾ വിചാരിക്കും യോബിനെ ദൈവത്തെ തള്ളി പറഞ്ഞ് മരിക്കാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചാൽ അവൾ ചെയ്തത്. അവൾ സ്നേഹിക്കുന്ന അവളുടെ ഭർത്താവിന്റെ ആ വലിയ കഠിനമായിരിക്കുന്ന പാപം, കഠിനമായിരിക്കുന്ന ശോധന കണ്ടുകൊണ്ട്, പരീക്ഷ കണ്ടുകൊണ്ട്, സഹിക്കാൻ കഴിയായിരുന്നുകൊണ്ട് അവൾ വിചാരിച്ചതാ, എങ്ങനെയെങ്കിലും യോബ് വേദന സഹിക്കാതെ, പാലം സഹിക്കാതെ ലോകത്തുനിന്ന് മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള സ്നേഹത്തിൽ നിന്നാണ് അവളപ്രകാരം പറഞ്ഞത്. അല്ല അവരുടെ വിശ്വാസം കൊണ്ടോ യോബിനെ സ്നേഹിക്കാതിരുന്നുകൊണ്ടോ അല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ അവനോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ പറഞ്ഞത്, നീ വേണമെങ്കിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ അങ്ങ് തിരിച്ചു പറഞ്ഞ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ പറയാൻ കാരണം അത്രമാത്രം അവൾ യോബിനെ സ്നേഹിച്ചിരുന്നു. ആ രീതിയിൽ വല്ലാതെ തകർന്നുപോയ യോബിന്റെ ജീവിതത്തിൽ യോബിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ദൈവം എന്നെ കൈവിടുകയില്ല.
ആ പ്രത്യാശ കൊടുത്ത ദൈവമാണ്. ദൈവത്തിന് മാത്രമേ പ്രത്യാശ നൽകാൻ കഴിയത്തുള്ളൂ. നമ്മുടെ പഠനം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം കരുണ തോന്നി ദൈവത്തിന്റെ പ്രസാദം തോന്നുമ്പോൾ നമ്മളിൽ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. അത് വാക്കുകളിൽ കാണാൻ കഴിയും. എത്ര നിരാശാജനകമായിരിക്കുന്ന പ്രതിസന്ധിക്കുന്ന സമയങ്ങളാണെങ്കിലും പ്രത്യാശ ദൈവമാണ് നൽകുന്നത്. ദൈവത്തിന്റെ വചനമാണ് ഇടപെടുന്നത്. യോനോട് ദൈവത്തിന്റെ ദർശനവും ദൈവത്തിന്റെ വചനവും ഇടപെടുന്നതുകൊണ്ട് അവന് ദൈവത്തിന് സാഹിത്യമുണ്ടായിരുന്നത് കൊണ്ട് അവനത് ആ പ്രത്യാശ എടുത്തിട്ട് നാളെ കിട്ടുപോകാൻ സൂക്ഷിപ്പാടെ എത്തുന്ന അവസാനം പറയുക, ദൈവമേ അതൊക്കെ സകലവും കഴിയും. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യത നോക്കാൻ കർത്താവേ എനിക്ക് സകലവും കഴിയും. എനിക്ക് എന്നെ കുറിച്ച്, എന്റെ മക്കളെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ സഭയെ കുറിച്ച്, എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അങ്ങേക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ഉദ്ദേശമല്ലത്, നമ്മുടെ പ്ലാനുകളല്ല, നമ്മുടെ വിചാരങ്ങൾക്ക് മീതെ ദൈവത്തിന്റെ പ്ലാനുണ്ട്. എന്ന് പറയുന്ന ദൈവം പറയുന്ന എനിക്ക് നിന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. അത് സാധ്യമാകും, അത് അസാധ്യമായി തരത്തില്ല. ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ പ്രാവർത്തികമാകുന്നത് അത് ഒരിക്കലും അസാധ്യമായി തരത്തില്ല. അത് ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മളിൽ ആ പ്രത്യാശ ആഗ്രഹിക്കുന്നത്. എന്ന പോലെ പ്രാർത്ഥനയായ ദൈവസനയിൽ വയ്ക്കുന്ന ഏത് ഉദ്ദേശങ്ങളെയും സാധ്യമാക്കി തീർക്കുന്ന അതിനെ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽസമയം ഈ പ്രാർത്ഥനയുടനീളമുള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെപ്പോഴും പറഞ്ഞ കർത്താവേ നിനക്ക് സകലവും കഴിയും. അതെ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് നമുക്ക് അറിവുണ്ടായിരിക്കണം. ജീവിതത്തിന്റെ അനുഭവങ്ങളോട് കടന്നുപോർക്ക് അത് പ്രായോഗികമായിരിക്കും തലത്തുനിന്ന് പ്രസ്താവിക്കുവാൻ കഴിയത്തുള്ളൂ. അതല്ലാത്തവർക്ക് അത്രമാത്രം അത് വിളിച്ചു പറയാൻ കഴിയത്തില്ലെന്നാൽ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നാം വിശ്വാസത്തിൽ വന്ന അല്ലെങ്കിൽ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, കർത്താവേ നിനക്ക് സകലവും കഴിയും. എത്രപ്പെട്ട് പറയാൻ കഴിയുമതെ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ പറയാൻ സാധിക്കും, ദൈവത്തിന് സകലവും കഴിയും. ഒരു ഉദ്ദേശം ഒന്നും അസാധ്യമാകത്തില്ല, അത് സാധ്യമാക്കുന്ന ദൈവമാണ്. എന്നാൽ ഇങ്ങനെ പറയണമെങ്കിൽ ദൈവത്തിന് വിശ്വാസമുള്ളവർക്കും പ്രായോഗിക ജീവിതത്തിൽ ദൈവമായിട്ട് ബന്ധമുള്ള സേവകൾ പറയാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഈ ബന്ധമില്ലാത്തവർക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്? 28-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വായിക്കുന്നവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? രണ്ട് ചിന്താഗതി. ഒന്ന്, ഏത് പ്രതിസന്ധിയിലും നാവ് കൊണ്ട് പാപം ചെയ്യാതെ യുവതന്നെത്താൻ സൂക്ഷിച്ചു. മറുഭാഗത്ത് മറ്റൊരു ജനതയെ കാണിക്കുകയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനത, അവര് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സുഗമമായി കഴിയപ്പോഴത്തേന് പിന്നീട് കൂടുതൽ അവരുടെ ജീവിതത്തിന് വേണ്ടി അവർ അങ്ങോട്ട് വാഞ്ചിക്കാൻ തുടങ്ങി. അങ്ങനെ വാഞ്ചിച്ചത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവീയ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള നമ്മുടെ തത്രപ്പാടുകൾ ദൈവികതമല്ല. ഇവരെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത് എത്രയും വേഗത്തിൽ കനാൻ ദേശം കൈവശമാക്കണമെന്നായിരുന്നു. എന്നാൽ അവരെ കൊണ്ടുപോകാൻ ദൈവം പ്ലാൻ ചെയ്തതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. എന്നാൽ ഇവരെ മത്സരികളായി തീർന്നപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും കുഞ്ഞുകുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മാത്രം വന്ന ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നും മാറിപ്പോയി. പറയാ എന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമാക്കുകയില്ല. ദൈവത്തിന് അബ്രഹാമിന്റെ സന്തതിയെ അവിടെ എത്തിക്കാനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കും. അതിനെ അസാധ്യമാക്കാൻ ഒരു ജനതയ്ക്കോ ഒരു വ്യക്തികൾക്കോ ഒരു രാഷ്ട്രത്തിനോ ശക്തികൾക്കോ ഒന്നും കഴിയത്തില്ല. ഇവർ തന്നെ എതിർത്താൽ പോലും, വിരോധികളായി നിന്നാൽ പോലും ദൈവത്തിന്റെ ഉദ്ദേശം നടക്കാതെ പോകത്തില്ല. അപ്പോൾ ആ ജനത മുഴുവനും, നമുക്കറിയാം ഏകദേശം 25-30 ലക്ഷം ആൾക്കാരാണ്. അവർ മുഴുവനും എതിരായി തീർന്നാലും ദൈവത്തിന്റെ പദ്ധതി ദൈവം പൂർത്തീകരിക്കുക. ദൈവം പറഞ്ഞത് അബ്രഹാമിന്റെ സന്തതി കനാൻ ദേശം അവകാശമാക്കുമെന്ന്. ആ കനാൻ ദേശം അവകാശമാക്കുവാൻ 400 സംവത്സരം കഴിയുമ്പോൾ അവരെ വിടുവിക്കുമെന്നും
അവർ കനാൻ ദേശം വാഗ്ദത്ത ദേശം കൈവശമാക്കുമെന്നും ദൈവത്തിന്റെ ഉദ്ദേശമാണെങ്കിൽ തലമുറകൾ എതിർത്ത് വിരോധമായി നിന്നാലും സാധിക്കുമെന്ന് ചോദ്യം ചോദിച്ചാലും ദൈവം അതിനെ മാറ്റി അനുസരിക്കുന്ന ദൈവഭയമുള്ള തലമുറയെ എഴുന്നേൽപ്പിക്കും. ദൈവത്തെ സാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് മോശെ ഇവിടെ ഞാൻ ഇപ്പൊ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ വലിയ ജാതിയാക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവ പദ്ധതി പൂർത്തീകരിക്കപ്പെടും. ഞാനിത് പറയാൻ കാരണം അവർ ദൈവത്തിന് വിരുദ്ധമായി സംസാരിച്ചു. കാരണം ഇവർക്ക് ആഗ്രഹമല്ലായിരുന്നു, കൊതിയായിരുന്നു ഉണ്ടായിരുന്നു. ആഗ്രഹവും കൊതി എന്ന വ്യത്യാസമുണ്ട്. കൊതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് വേണം എന്നുള്ള അത്യാഗ്രഹത്തെയാണ് കൊതി കാണിക്കുന്നത്. അതിന്റെ 18-ാം വാക്യം, തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തെ ദൈവത്തെ പരീക്ഷിച്ചു. അവർ തന്ത്രത്തിനും അവർ ആഗ്രഹിച്ചത് അവർക്ക് കൊടുത്തു. അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഇവരുടെ ഈ ആഗ്രഹം മുഴുവനും ഭൗമികമായി ഭക്ഷണത്തോടുള്ള ബന്ധത്തിലായി തീർന്ന ഒരു ജനതയായി ഇസ്രായേൽ മാറി. അവർക്ക് വേണ്ടതായ ആഹാരത്തെ കൊടുത്തിരുന്നു, അവർക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചിരുന്നല്ല. അതെല്ലാം അവര് മത്സരിച്ചു. അവർ പറയുന്ന ചോദ്യമാണ് 19-ാം വാക്യം, അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് അവര് ദൈവത്തോട് ചോദ്യം ചോദിക്കുക. യോ പറഞ്ഞത് നിനക്ക് സകലം കഴിയുമെന്ന്. അപ്പൊ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നത് ദൈവ പദ്ധതിയിൽ ദൈവ ഉദ്ദേശത്തിൽ നിന്ന് മാറുമ്പോഴാണ് ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നത്. ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് മാറുമ്പോഴാണ്. അവരൊന്നും മോശയ്ക്ക് പോലും ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന നിലവാരത്തിലേക്ക് അവരുടെ സ്ഥിതികളെ മാറ്റിയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നത് ദൈവ പദ്ധതി നകരുമ്പോഴാണ് ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് സംസാരിക്കണമെങ്കിൽ, അത് സഹിക്കണമെങ്കിൽ, അത് ഏത് സാഹചര്യത്തിലും പ്രത്യേകമായിരിക്കുന്ന ഒരു ദൈവ ഉറവുണ്ടെങ്കിൽ കഴിയത്തുള്ളൂ. ഇതിനോട് ബന്ധമായിട്ട് ഈ ഭൂമിയിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ വിരോധമായി നിന്ന 1-2 സാഹചര്യങ്ങളെ ഞാൻ വേഗത്തിൽ വെളിപ്പെടുത്തി. ദൈവത്തിന് വിരോധമായി സംസാരിച്ചത് സാഹചര്യത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ അവർ അന്ന് സംസാരിച്ചു, അവരുടെ കൊതി നിമിത്തം അവർക്കത് ഇല്ലാതെ ദൈവത്തെ പരീക്ഷിച്ചു, ദൈവർക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ ജനതയുടെ സന്തതി പരമ്പരകൾ പിന്നീട് അതേ രീതിയിൽ ദൈവത്തോട് ഇടപെട്ടതായിട്ടാണ് നമുക്ക് സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം ഞാനതിലെ 1-2 ഭാഗങ്ങളെടുത്ത് വേഗത്തിൽ ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട നമ്മള് വിശ്വാസത്തിൽ വന്നിട്ട് ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് മാറാതിരിക്കാൻ കർത്താവ് കാണിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ഒരു സാഹചര്യം വരാതിരിക്കാൻ ദൈവത്തറിയാൻ നമ്മുടെ വിശ്വാസത്തെയാണുള്ളത്. അതുകൊണ്ട് ദൈവം കരുണ കാണിച്ച് കൃപ കാണിച്ച് നമ്മുടെ പ്രാർത്ഥന കർത്താവ് കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥന കൈക്കൊണ്ടാണ് നമ്മുടെ നിലനിർത്തുന്നത്. അതിലൊരു ഭാഗം വായിക്കാം. അപ്പോൾ അതിന്റെ ലൂക്കോസ് സുവിശേഷം 13-ാം വായിക്കാം. അവനിത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു, അവനാൽ നടക്കുന്ന സകല മഹിമകളാൽ പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. അപ്പൊ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന ഒരു അനുഭവം അന്ന് മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുവാനും, ബദ്ധന്മാരെ വിടുവിച്ചയക്കുവാനും, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാനും, അങ്ങനെ ദരിദ്രർക്ക് ആഹാരം കൊടുക്കാനും ഒക്കെയുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. അവൻ ലോകത്തിൽ വന്ന് പ്രവർത്തിപ്പാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പെട്ടെന്ന് അവനോട് കൂടെ നിന്ന് സഹായിക്കുകയാണ് ചെയ്തത്. അവിടെയും വിരോധികൾ എഴുന്നേൽക്കുവാനിടയായിട്ടാണ്. എന്നുള്ള വിരോധികൾ എഴുന്നേറ്റത് യേശു തിന്മ ചെയ്തിട്ടാണോ? അല്ല. നന്മ ചെയ്യുമ്പോൾ പോലും അതിന് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു തിന്മയുടെ ലോകം ഈ ലോകത്തിലുണ്ട്. ഇതാണ് പൈശാചിക ലോകം എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് നന്മയുടെയും മറുഭാഗമായി തിന്മ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന തിന്മയുടെ ലോകം ഭൂമിയിൽ ഉണ്ട്. അതാണ്
പൈശാചി ലോകം, പൈശാചി സാമ്രാജ്യം. അത് യേശു ക്രിസ്തുവിന്റെ സമയത്ത് അത് പ്രബലപ്പെട്ട ക്രിസ്തുവിനെതിരായി നിൽക്കുവാൻ കഴിയാത്തവന്റെ പ്രവർത്തന വിരുദ്ധമാക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെ വിരുദ്ധമായി സംസാരിക്കാൻ കാരണം പാരമ്പര്യങ്ങളും സ്വയങ്ങളും കഴിവുകളും ഒക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അതവര് പിടിക്കും. എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്തുകൊണ്ടാ പാസ്റ്റർമാരുടെ മക്കളെയൊക്കെ വീണ്ടും പാസ്റ്റർമാരാക്കുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. നല്ല നിലയും വിലയും ഒക്കെയുള്ള പാസ്റ്റർമാരുടെ ആണെങ്കിൽ അവരുടെ ജീവിതങ്ങൾക്ക് മിക്കവാറും മക്കളും പാസ്റ്റർമാരാകാൻ താല്പര്യപ്പെടും. കഷ്ടം സഹിച്ച്, പ്രയാസം അനുഭവിച്ച്, നിന്ന് സഹിച്ച് മറ്റുള്ള കുത്തുമാട്ടമൊക്കെ കൊള്ളുന്ന ഒരു കുടുംബത്തെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ തലമുറ പാസ്റ്റർ ഇഷ്ടപ്പെടത്തില്ല, ദൈവം ഇഷ്ടപ്പെടത്തില്ല. നന്മയുണ്ടെങ്കിൽ അതിനെ പിന്തുടരാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് തലമുറകൾക്ക് ലഭിക്കാൻ ഇഷ്ടപ്പെടും. തിന്മ കഷ്ടം സഹിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വിശ്വാസവേലിലേക്ക് ഇറങ്ങാനായിട്ട് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്? എന്തുകൊണ്ട് താല്പര്യപ്പെടാത്തതിന്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞത് അത് പൊതുവെയുള്ളൊരു ട്രെൻഡാണ്. അപ്പോൾ ആ ഒരു പൊതുവെയുള്ള താല്പര്യമാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഓക്കെ, സ്ഥാനവും മാനവും ഒക്കെ ഉള്ള ആൾക്കാരുടെ മക്കള് ഒരുപക്ഷെ വിചാരിക്കലാണ് ഏറ്റവും നല്ലത്, മാറ്റം വിചാരിച്ച ഒരു മാറും. അതിനെ എതിർക്കുകയല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ മറുഭാഗത്ത് ഒരുപക്ഷം ദൈവദാസന്മാരുടെ മക്കള് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാത്തതിന്റെ കാരണം കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാം പിമ്പിൽ ഈ ലോക ജീവിതമായിട്ടുള്ള ബന്ധമുണ്ട്. പിന്നെ ദൈവത്തിന് കണ്ടവരെ, ദൈവം നോക്കിയവരെ അവർ ഏതെങ്കിലും സാഹചര്യത്തിൽ സമയത്ത് ദൈവവേലയ്ക്കുള്ളവരെ കർത്താവ് ഇറക്കുകയും ചെയ്യും. ആ ദൈവത്തിന്റെ വിളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉയരാറുണ്ട്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യമത. ആ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, എത്ര കഷ്ടം സഹിച്ച ദൈവദാസന്റെ മക്കളും ദൈവവേലയ്ക്ക് ഇറങ്ങാൻ താല്പര്യപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ വലിയ കുടുംബത്തിന്മേൽ വ്യക്തിമേലുണ്ടെങ്കിൽ ഒരു സമയത്തൊക്കെ ദൈവം ഉപയോഗിക്കും. ദൈവരെ കൊണ്ടുവരികത്തന്നെ ചെയ്യും. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇവിടെ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന, കുറ്റം കണ്ടെത്തുന്ന, ദൈവചിന്തകൾക്ക് വിരുദ്ധമായി, ആരോഗ്യങ്ങൾക്ക് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു ശബത്തിൽ അവരൊരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നേടാൻ കഴിയാതെ കൂനിയ സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്ന യേശുക്രിസ്തുവിന് 12 വയസ്സുള്ളപ്പോഴാണ് ഈ സ്ത്രീക്ക് ഈ കുനിയാൻ തുടങ്ങിയത്, കൊണു തുടങ്ങിയത്. അപ്പം നമുക്ക് കർത്താവ് യേശുവിനെ 12 വയസ്സുള്ളപ്പോൾ യേശുവാർത്തെ കണ്ടതായിട്ടുണ്ട്. പള്ളികളിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അവന് ദൈവത്താൽ കൊടുക്കപ്പെട്ടിരുന്ന ന്യായപ്രമാണത്തെ ത്യജിച്ചു കളയോ ഇല്ലാതാക്കാനോ മാറ്റാനോ അതിനെ മറിച്ചിടാനോ ഒന്നല്ല യേശു വന്നത്. കർത്താവ് വന്നത് അതിനെ സ്ഥാപിച്ചെടുക്കുക, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് പ്രവൃത്തി എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. ഈ രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയ ഒരു സ്ത്രീയുണ്ടായി. ഇവരുടെ പള്ളിയിൽ ഉള്ള ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച് 18 വർഷമായി ഇവൾക്ക് കൂനി പിടിച്ചിട്ട് കുനിഞ്ഞിരിക്കുക. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. യേശു അടുക്ക ചെന്നവരുണ്ട്, യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നവരുണ്ട്, എടുത്തുകൊണ്ടിരുന്നവരുണ്ട്. എന്നാൽ യേശു വിളിച്ച സന്ദർഭമുണ്ട്. ഇത് യേശു വിളിച്ച സന്ദർഭമാണ്. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. യേശു നമ്മളെ കണ്ട, നമ്മളെ കുടിഞ്ഞിരിക്കുന്ന അവസ്ഥ കണ്ട, നീ പിന്നെ കുടിഞ്ഞിരിക്കാൻ ദൈവം സമ്മതിക്കില്ല. ഇന്ന് പല സമയവും പ്രാർത്ഥനയിൽ ഭാരപ്പെട്ട് പല വിഷയങ്ങളിൽ തല കുടിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാ പറയുക, അതെ, കർത്താവ് നമ്മെ കണ്ട പിന്നീട് തല കുനിയുവാൻ ദൈവം സമ്മതിക്കുക. അവരെല്ലാവരും കണ്ടിട്ടും 18 വർഷമായിട്ടും ഞാൻ വിചാരിക്കുന്നു അവിടെ വന്ന പുരോഹിതന്മാർ പലരും കണ്ടിട്ടുണ്ട്, പല വൈദ്യന്മാർ, രോഗികൾ, ഡോക്ടർമാരെല്ലാവരും അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവളെ നിവർക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഇവള് ഭൂമിയോട് നോക്കി ഇവൾക്ക് ഉയരാൻ കഴിയാതെ കൂനിയായി തീർന്നു.
എന്നാൽ ഇവളുടെ അവസ്ഥ, ആ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു പോയ യേശു അത് കണ്ടിട്ടങ്ങ് പോവുകയല്ല ചെയ്തത്. യേശു കണ്ടാൽ വിടുതലാണ്. അതുകൊണ്ടാണ് കർത്താവെ നീ ഒന്ന് കാണണം എന്റെ അവസ്ഥ. വയസ്സിൽ നമുക്ക് ഓർപ്പിക്കാൻ, കർത്താവെ ഞാൻ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥ നീ ഒന്ന് കാണണമേ. ഞാൻ പ്രാർത്ഥിച്ച് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഒന്ന് കാണണമേ എന്ന് ദൈവത്തോട് പറഞ്ഞ കർത്താവ് കാണുന്ന ദൈവമാണ്. അത് അവിടെ നോക്കിയപ്പോ മറ്റുള്ളത് വ്യത്യസ്തമായി ഇവള് കുനിഞ്ഞിരിക്കുന്നെങ്കിലും ഒരു പള്ളി ചെല്ലുമായിരുന്നു. കാരണം അബ്രഹാമിന്റെ മകളായിരുന്നു. പ്രമാണം വിട്ടുവരുന്നില്ല. അത്ര നമുക്ക് എത്ര എക്സ്ക്യൂസ് എടുക്കാമെന്നറിയാം. പ്രാർത്ഥനയ്ക്ക് വായിക്കാനായിട്ട്, പള്ളി ആരാധനയ്ക്ക് വായിക്കാൻ വേണ്ടി എന്തെല്ലാം എക്സ്ക്യൂസ് എടുക്കുന്നവരാ. ഈ സ്ത്രീയെ സംബന്ധിച്ച് പള്ളി പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 18 സംവത്സരമായി കുഴിഞ്ഞിരിക്കുന്ന സ്ത്രീക്ക് പള്ളി ചെന്നില്ലെങ്കിൽ അവിടുത്തെ നമുക്ക് വഴക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ കുഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്കിലും ഇവൾ അബ്രഹാമിന്റെ മകളായതുകൊണ്ട് ഒരു പ്രതീക്ഷ കൊണ്ടായിരുന്നു എന്റെ കൂന് മാറുമെന്ന്. എന്നാൽ പഴയ സമയം ദൈവാത്മാ പറയുക, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ കുരിഞ്ഞാണ് ഇരിക്കുന്നത്, എങ്കിലും എന്റെ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല, എന്റെ ഉപവാസം ഞാൻ മുടക്കിയിട്ടില്ല, ദൈവത്തോടുള്ള എന്റെ സ്നേഹം വിട്ടുപോയിട്ടില്ല. എല്ലാം അനുകൂലമായിട്ടാണ് ഉള്ള പള്ളിയിൽ വന്നിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന യേശുവിന്റെ സുവിശേഷം കേട്ടപ്പോൾ, യേശുവിന്റെ ഉപദേശം കേട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഈ പൊടിഞ്ഞിരിക്കുന്ന സ്ത്രീയായിരിക്കും. ഒരുപാട് പേര് സന്ദേശം കേൾക്കാറുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് കേൾക്കാറുണ്ട്. യേശു കാണത്തക്കുള്ള ചില വ്യക്തികൾ ദൈവത്തിന്റെ ഇമ്പമുള്ള സ്വരം കേൾക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനിടയായിത്തീരും. അവരുടെ അന്തരാത്മാവിലാണ് യേശുവിന്റെ വചനം എത്തിച്ചേരുവാനിടയാക്കുന്നത്. മറ്റു പലർക്കും ഒരു മെസ്സേജ് മാത്രമായി തീർന്നപ്പോ, മറ്റു പലർക്കും യേശു സംസാരിച്ചതിന്റെ കുറവുകൾ നോക്കി എല്ലാവരും നടന്നപ്പോ ഞാൻ വിചാരിക്കുന്നു ഇവൾ അന്ന് അവിടെ എത്തിയത് യേശുവിന്റെ ഉപദേശം കേൾക്കാനാണ്. അത് ഞാൻ നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുക. കർത്താവ് ഉപദേശിച്ചപ്പോ ആ ഉപദേശത്തിന്റെ വചനമെത്തിയ ഈ വ്യക്തിയെ ആത്മാവിൽ അവനെ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. ഇന്ന് പലർക്കും ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ദൈവാത്മാവിന്റെ സന്ദേശം ഹൃദയങ്ങളിൽ വീഴുന്നവരെ ദൈവാത്മാവിനെ കാണുവാൻ കഴിയും. പലരും കേട്ടെങ്കിലും പലർക്കും അതൊരു മെസ്സേജായി, ഒരു ഉപദേശമായി, സന്ദേശമായി മാറിയപ്പോൾ 18 സംവത്സരമായി കുഴിഞ്ഞിരിക്കുന്നവരുടെ ഉള്ളിൽ യേശുവിന്റെ ശബ്ദം വീണപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉയർന്നു. ഞാൻ ദൈവത്തിന് സകലവും കഴിയുമെന്ന് അവർ നിവര് വന്നു. അങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് നിരാകരിച്ചോളന്ന് പോകത്തില്ല. പറഞ്ഞല്ലോ, നിരവധി കാര്യങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ ഒഴിവായി പോകാമെങ്കിലും പതിവ് മുടക്കാൻ വിചാരിക്കുന്നവരുടെ കഴിവതും എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ സമയങ്ങളിലും ഈ ആലയത്തിലെത്താവുക. നീണ്ട 18 വർഷമായി ഇവർ ഈ ശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത് അവിടെ കാതിൽ വീണത് കേൾക്കണ്ടപ്പോൾ അവള് വിശ്വാസം കണ്ടിട്ട്, അല്ലെങ്കിൽ ദൈവം അവളെ കണ്ടിട്ട്, അബ്രഹാമിന്റെ മകളാണ് ഇവള്, ഒരു വിശ്വാസമുള്ളവളാണ്. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചത് എല്ലാ നേരത്തും അവൾ സ്നേഹിച്ചു. എല്ലാ കാലത്തും അബ്രഹാം ദൈവത്തിനായി വിശ്വസ്തനായിരുന്നു. അവനാണ് ഇവിടെ മടി കൂടാതെ യേശു പറഞ്ഞത് ഇവൾ അബ്രഹാമിന്റെ മകളാണ്. അബ്രഹാമിന്റെ മകളെന്ന് പറയുമ്പോൾ പാരമ്പര്യം ദൈവത്തുള്ള ഭക്തിയെ കാണിക്കുന്നതാണ്. എല്ലാം ലഭിച്ചിട്ട് ദൈവത്തിനൊരു സ്തോത്രം പറയുന്നതല്ല. ഒന്നുമില്ലെങ്കിലും എല്ലാം പ്രതികൂലമാണ്, കുരിഞ്ഞായിരിക്കുന്നെങ്കിലും അവർക്കൊരു പാരമ്പര്യമുണ്ട്. സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവൾ പള്ളിയിലെ പോക്ക് മുടക്കാതിരുന്നത്. നമുക്ക് സന്തോഷമായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആരാധനയും കൂട്ടായ്മയും സന്തോഷമാണ്.
കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല നാം പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടിയല്ല നാം കൂട്ടായ്മ കൂടുന്ന പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, അത് എന്റെ കാര്യമൊന്നും നടന്നില്ലെങ്കിലും, പല കഴിഞ്ഞ മാസം ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾ എല്ലാം നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥന മുടങ്ങാതിരിക്കുന്ന അബ്രഹാമിന്റെ പാരമ്പര്യമൊക്കെ ഉള്ളതുപോലെ ക്രിസ്തുയേശുവിന്റെ സത്യാത്മാവിന്റെ ആരാധനയുടെ പാരമ്പര്യം ദൈവമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ സത്യദൈവത്തെ നാം നിങ്ങൾ ആരാധിക്കുന്ന സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ കൂടിയവരൊക്കെ ദൈവസഭയ്ക്ക് എന്നെ നിന്നുപോയേനെ. പക്ഷേ കാര്യങ്ങൾ നിവൃത്തിയെത്തിയത് കൊണ്ടല്ല, ആ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ കൂടി വരുന്നത്. ഒന്നും നടന്നില്ലെങ്കിൽ കൂലിയായിട്ടായിരിക്കുന്നെങ്കിലും എന്റെ വിഷയങ്ങളൊക്കെ പരിഹാരം നൽകുന്ന, എനിക്ക് വേണ്ടി നിത്യത ഒടുക്കുന്ന ദൈവമുണ്ടെന്നുള്ള പ്രത്യാശ ഉള്ളവർക്ക് മാത്രമേ സത്യദൈവത്തെ വിട്ട് പിന്മാറിപ്പോകാതെ വിരോധമായി സംസാരിക്കാതിരിക്കാൻ കഴിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവരൊക്കെയും വിരോധമായി സംസാരിക്കും. കൊതി മൂത്തിട്ട് ദൈവത്തെ വിരോധമായി സംസാരിച്ചെന്നാ പറയുന്നത്. ഒരു കുനിഞ്ഞാണെങ്കിലും ദൈവത്തിന് സ്തോത്രം ചെയ്തു എന്ന മകൾസ്ഥലം ഞാൻ ആ സ്ത്രീയെ കാണുകയാ. അത്രയും പേർ നേരെ ഇരിക്കുമ്പോൾ ഒരുവളുടെ തല കുനിഞ്ഞു കിടന്ന് അവൾ നിൽക്കുവാൻ കഴിയാതെ സ്തോത്രം പറയുന്ന, സ്തോത്രത്തിന്റെ സ്വരം കേൾക്കുന്ന ദൈവം ഇന്ന് പകൽ സമയം നിനക്ക് എന്റെയും എന്റെയും ജീവിതത്തിന്റെ പാരമ്പര്യ വിഷയങ്ങളിൽ കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന, സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുവാൻ അവന് കഴിയും. മറ്റുള്ളവരെ വിചാരിച്ച കഴിവില്ല ആവശ്യമുള്ള ഇവൾ ഏറ്റവും തള്ളപ്പെട്ടവളാണ്. ഇവിടെ എന്തിനാ പരിഗണിക്കുന്നതെന്ന് പലപ്പോഴും പലരും ചിന്തിച്ചു കാണും. അതുകൊണ്ട് അവിടെ അവഗണിക്കപ്പെട്ടവളെ. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെ അവഗണിച്ച് കളയുന്നതല്ല. അവഗണിക്കുക എല്ലാവരും ത്യജിക്കുമ്പോഴാണ് നമ്മളെ പരിഗണിക്കുന്നത്. ഈ സ്ത്രീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യേശുവിന്റെ കരം അവിടെ മേൽ വരുമെന്ന്. യേശു അവളെ കണ്ടടുക്ക വിളിച്ചു. വിളിക്കുന്നത് യേശു അവളെ പേര് വിളിച്ചിട്ടുണ്ട്, അടുക്ക വിളിച്ചു. അല്ല കുഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ അല്ലവൻ. യേശുവിടെ അടുക്ക വിളിച്ചു. അടുക്ക വിളിച്ച സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞ് അവിടെ മേൽ കൈവച്ചു. അറിയാം, ഇവളെ ബന്ധിച്ചിരിക്കുക, അബ്രഹാമിന്റെ മകളെ ബന്ധിച്ചു വെച്ചിരിക്കുക. അവൾക്ക് കൈ ഉയർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയത്തില്ല, കൈയടിച്ച് പാട്ടുപാടാൻ കഴിയത്തില്ല, അവൾക്ക് ചലിക്കാൻ കഴിയത്തില്ല. മൊത്തമായി ബന്ധനമാണ്. ഇവൾ പാരമ്പര്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ടതാണ്. ഇന്ന് പകൽ സമയം യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ജനിച്ചിരിക്കുന്ന ദൈവമക്കളെ, ദൈവസഭകളെ, ഞാനും നിങ്ങളും ദിവസങ്ങളിൽ 18 സംവത്സരമായിരിക്കുന്ന സ്ത്രീയെ പോലെ കുനിഞ്ഞിരിക്കുകയല്ലേ. പാരമ്പര്യമുണ്ട്, പറച്ചിലുണ്ട്, ദൈവമക്കളെന്ന പേരുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും കുനിഞ്ഞിരിക്കുന്ന വലുതാവുന്ന അവസ്ഥയിൽ വേണ്ടതുപോലെ നമുക്ക് നിവിടാൻ കഴിയാതിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ സമയം കഥ നമ്മളെ കാണുക. നിവിടുവാൻ കഴിയാതിരിക്കുന്ന ചില ഭാരങ്ങളെ മാറ്റി നിവർത്തുവാൻ യേശു അവളെ വിളിച്ചതുപോലെ ഉപവാസ പ്രാർത്ഥനയെ ദൈവം നമ്മളെ വിളിക്കുക, പേരൊല്ലി വിളിക്കുക. നീ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥകളിലും ദൈവത്തിന് പാട്ടുപാടുന്നത് ദൈവം കാണുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ദൈവം കാണുന്നുണ്ട്. ദൈവനെ കേൾക്കുന്ന നീ ദൈവം കാണുന്നുണ്ടോ? എല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കിയൊക്കെ സ്തോത്രകല്ലിലേക്ക് പറയുമ്പോൾ ഉയർത്താൻ കഴിയത്തില്ല. എന്നാൽ അവിടെ ഉയർത്താൻ വേണ്ടിയ നസ്രീൻ അവിടെ എത്തിയത്. സ്ത്രീ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യേശു പറയുകയും അവളുടെ മേൽ കൈവെക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോ അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിനർത്ഥം അന്നേരം മഹത്വപ്പെടുത്തി എന്നല്ല എന്റെ അർത്ഥം. അതുവരെ കുനിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന്, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് കുനിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് യേശു അവളെ സൗഖ്യമാക്കി അവിടെ മേൽ കൈവെച്ചപ്പോൾ ക്ഷണത്തിൽ അവൾ നിവർന്ന് അവിടെ സ്തോത്രം ഉയരത്തിൽ കേൾക്കാനിടയായതുപോലെ ഇന്ന് പകൽ സമയത്ത് ഈ ആരാധനയിൽ ചില പാരമ്പര്യ വിഷയങ്ങളാൽ കുനിഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്മേൽ ക്രിസ്തു നമ്മളെ കണ്ട്
നമ്മുടെ ജീവിതത്തിൽ അവന്റെ കരം വെച്ച് ആ ബന്ധനം അഴിച്ച് നമ്മളെ നിവർന്നെത്തുവാൻ എന്റെ യേശുവിന് കഴിയും. ഇത്ര വിശ്വസിക്കും. അതെ, എന്റെ കർത്താവിനെ എന്നെ നിവർന്നെത്തുവാനാക്കും. പല വിഷയങ്ങളെ ഓർത്ത് അത് എങ്ങനെയായി തീരുമെന്ന് ഭാരപ്പെടുന്ന തലകുനിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് കണ്ട് ദൈവം നമ്മുടെ പേർ ചൊല്ലി വിളിച്ച് എന്റെ ബന്ധനം അഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ കരത്തിന്റെ സ്പർശനം കൂടി ഏറ്റുകഴിഞ്ഞാൽ അതിത്ര വിടുതലായിട്ട്. അതുകൊണ്ടാണ് 18 സംവത്സരമായി അവൾ കുനിഞ്ഞിരുന്ന ഇത്രയെങ്കിലും വേഗത്തിൽ ക്ഷണത്തിൽ എന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ വാക്കിന്റെ ശക്തിയാലും അവന്റെ കരസ്പർശനത്താലും അവൾ എന്ത് ചെയ്തു? വേഗത്തിൽ നിവരുവാൻ ഇടയാറ്റം. 18 സംവത്സരമായി കുനിഞ്ഞിരുന്ന ആ സ്ത്രീ ഞൊടിയിടയ്ക്കുള്ളിൽ വേഗത്തിൽ അവൾ നിവർന്ന് നിൽക്കുവാനിടയാറ്റം ദൈവത്തെ അവയായിരിക്കുന്ന സ്വർഗത്തിലേക്ക് നോക്കി ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് പള്ളിക്കകത്ത് വെച്ചാണ്. യേശു ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ സംഭവിക്കുന്നത്. ഇത് നടന്നപ്പോൾ എല്ലാവരും സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? വിടുതൽ ഒരാളെ കിട്ടുമ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? യേശു നാമപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ സന്തോഷിക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ മതത്തിന്റെ പ്രയോജനം ലഭിക്കുന്നതിൽ അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്റെ വിശ്വാസം കൊണ്ട് ഉള്ള ആലയത്തിന്റെ ആ നന്മ കണ്ടിട്ടുള്ള സന്തോഷത്തിൽ നിൽക്കുന്നവരല്ല ഈ പറയുന്ന ചില ആൾക്കാർ. അതിൽ നിന്ന് ഭാവികമായ ചില നന്മകൾ പ്രാപിക്കുന്നവരുടെ അത് അങ്ങ് നിലനിന്ന് പോകണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു കപടഭക്തികരായിട്ടുള്ളവർ. അവർക്ക് വിശ്വാസത്തിന്റെ പ്രമാണത്തിന്റെ സത്യത്തിന് വേണ്ടിയല്ല നിൽക്കുന്നത്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് നിൽക്കുന്നത്, അവരുടെ സ്ഥാനമഹിമകൾക്ക് വേണ്ടി നിൽക്കുന്നത്. അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? ദൈവപ്രവൃത്തിക്ക് വിരോധമായി സംസാരിക്കുന്നത്. അതാണ് സംഭവിച്ചത്. ഈ പള്ളിപ്രമാണിക്ക് നീരസപ്പെട്ടു. പള്ളിപ്രമാണിക്ക് നീരസം ഉണ്ടായി. ദൈവത്തെയാണ് അവിടെ പള്ളിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശബത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്താ തീരും? ഇങ്ങനെയുള്ള വ്യവസ്ഥയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കുന്നുള്ളവർക്ക് അവന് നീരസം. ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തും. ഇത് അങ്ങനെയുണ്ട്. മെസ്സേജ് കഴിയുമ്പോഴത്തേന് അധികാരമുണ്ടെങ്കിൽ എഴുന്നേറ്റ് വെട്ടാൻ വേണ്ടി ശ്രമിക്കും. മെസ്സേജ് പറഞ്ഞു കഴിയുമ്പോഴത്തേന് നീരസം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എഴുന്നേറ്റ് 2 വാക്കിലല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റി? ഇത് നന്മയല്ലേ ചെയ്യാം. നന്മ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കല്ലേ ചെയ്യാം. അങ്ങനെ ഈ യേശുവിന്റെ പ്രവൃത്തിക്ക് വിരോധമായി സംസാരിക്കുകയും യേശുവിന്റെ പ്രവൃത്തിയെ വിരോധിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പള്ളിപ്രമാണി തയ്യാറായി. പകരം പല പള്ളിപ്രമാണിമാരുണ്ട്. പള്ളിപ്രമാണിയുടെ മകളെ ഐറോസ് പള്ളിപ്രമാണിയായിരുന്നു. ഇവന് നീരസം വന്നു. ഈ പള്ളിപ്രമാണി നീരസപ്പെട്ട പുരുഷാരത്തോട് വേല ചെയ്യുവാൻ 6 ദിവസം കൊണ്ടുള്ളൂ. അതിനകം വന്ന സൗഖ്യം വരുത്തിക്കൊള്ളുകയും ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. ഇതിനെയാണ് വിരോധിക്കാൻ അരുത് എന്ന് പറഞ്ഞ് വിരോധിച്ചു. വിരോധിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വിരോധമായി സംസാരിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്നതിനാണ് വിരോധി എന്ന് പറയുന്നത്. നമുക്ക് ലേഖനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വിരോധികൾ ഉണ്ട്. അവർക്ക് മാനസാന്തരം വരുമോ എന്ന് വിചാരിച്ചുകൊണ്ട് സത്യത്തിന്റെ വഴി നമുക്ക് അത് പഠിച്ചു കൊടുക്കുന്ന കർത്താവ് അത് ചെയ്തതുകൊണ്ട് ഇങ്ങനെ വിരോധിച്ചപ്പോൾ യേശു അതിനെ ശാസ്ത്രീയ നീ എന്താ കണ്ടില്ലേ എന്നൊക്കെ കർത്താവ് തിരിച്ചൊന്നും ചോദിച്ചില്ല. സംവത്സരമായിട്ട് ഇങ്ങനെ ഇരുന്നതല്ലേ, അവിടെ ഞാൻ സൗഖ്യമാക്കിയത് നീ എന്തിനാണ് എന്ന് പറഞ്ഞ യേശു അവിടെ അതിനൊന്നും പറഞ്ഞില്ല. യേശു അവിടെ സൗമ്യതയുടെ വാക്കുകൾ പറഞ്ഞാണ് അതിനെ നേരിടുവാനിടയായിട്ട് ഒന്ന് പറഞ്ഞു കർത്താവിനോട്. യേശു അവിടെ ഇരിക്കുമ്പോൾ തന്നെ വിരോധം പറഞ്ഞത്. അപ്പൊ ഇവ വിചാരിച്ചത് പാണ്ഡ്യപ്രമാണി വിചാരിച്ചത് യേശുവാൻ. അത് പ്രമാണിയല്ലേ? വളരെ ഈ പ്രമാണിത്വമൊക്കെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയത്തില്ല. എത്ര പ്രമാണിത്വം ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ തീരാമത്തിൽ കൊണ്ടു. പള്ളിപ്രമാണിയുടെ പള്ളിയോടത്തോളം കാര്യമുള്ളൂ.
മനുഷ്യരും തീരും കല്ലറയ്ക്കുള്ളിത്തീരും. കാലക പ്രമാണിയുണ്ട്, അങ്ങനെ പല പ്രമാണിമാരെ പറ്റി ബൈബിൾ പറഞ്ഞു. കാലക പ്രമാണിയുണ്ട്, പള്ളി പ്രമാണിയുണ്ട്, അങ്ങനെ പല പ്രമാണിയുണ്ട്. കാലക പ്രമാണിയ. പക്ഷെ ഏത് പ്രമാണിയാണെങ്കിലും അതിന്റെ അടിത്തറയെ ഇളക്കാൻ കഴിവുള്ളവനാണ് നസ്രായൻ. അപ്പോ ഈ കാലക പ്രമാണിയായാലും പള്ളി പ്രമാണിയായാലും ഏത് പ്രമാണിയാണെങ്കിലും യേശുവിന് വിരോധമായി, അവന്റെ നാമത്തെ വിരോധമായി നിന്ന് കഴിഞ്ഞാൽ നീ ലജിച്ചു പോകും, നാണിച്ചു പോകും. അതാണ് സംഭവിച്ചത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുരുഷാർത്ഥ പറയുക. അപ്പൊ ഈ പുരുഷാർത്ഥം പറയുന്നത് പള്ളിപ്രമാണികളെന്ന് കേൾക്കും. കാരണം പള്ളിപ്രമാണിയുടെ കീഴിലാണ് ആ പള്ളി നിൽക്കുന്നത്. അവനുള്ള അധികാരമുണ്ട്. യേശു ചെയ്ത പ്രവൃത്തി ചെയ്തിട്ട് 18 സംവത്സരമായിരുത്തി അബ്രഹാമിന്റെ മകളായി എന്ന ബന്ധനമഴിഞ്ഞ് ആ സഭയിൽ നിൽക്കുകയാണ്. സമയം എന്നുള്ളത് കാണണം കേട്ടോ. പള്ളിയിൽ യേശു ചെന്നതും ഉപദേശിച്ചതും, യേശു അടിയെ ചെന്ന ഇവിടെ പേര് വിളിച്ച് ഇവിടെ സൗഖ്യമാക്കി നിൽക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കണ്ടിട്ടും ഈ അതിന്റെ പ്രമാണിത്വം ഉണ്ടായിരുന്ന, അതുകൊണ്ട് ലാഭമുണ്ടായിരുന്ന സ്ഥാനമഹിമകളും ബഹുമാനങ്ങളും ധനസമ്പാദ്യം ഉണ്ടായിരുന്നവരാണ് അതിനോട് എതിരായിട്ട് അവർ പറ്റിയത്. അവരുടെ സ്ഥാനത്തിന് എതിർപ്പുണ്ടായിരിക്കാൻ വേണ്ടിയാണ് വിരോധം പോയത്. കർത്താവോടെ വിരോധികൾക്ക് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കുമോ എന്ന് വെച്ച് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തു. കർത്താവെ പഠിപ്പിച്ചു. യേശുവിനെ അവരെ അരുതെന്ന് പറഞ്ഞു കർത്താവിനോട് കവർവ്യക്തിക്കാരെ, നിങ്ങൾ ഓരോരുത്തൻ ശവത്തിൽ തന്റെ കാളയോ കഴുതിയോ തൊട്ടിയോ ഒന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കാൻ കഥ ചോദിച്ചു. കർത്താവോടെ അവരെ പഠിപ്പിക്കുക, ഉദാഹരണ സഹിതം പഠിപ്പിക്കുക. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവിടെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടണ്ടല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, സമിതിയോടെ പഠിപ്പിച്ചു, മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പഠിപ്പിച്ചു. വിരോധം പറഞ്ഞപ്പോൾ നീല നശിച്ചു പോകണമെന്ന് പറഞ്ഞ കർത്താവ് ശപിക്കല്ലേ, അവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനം ഉണ്ടാകുമോ എന്ന് മാനസാന്തരം ഉണ്ടാകത്തക്കവണ്ണം യേശുവോട് സംസാരിച്ചു. ഇവിടെ നമ്മളെ വിരോധിക്കുമ്പോൾ നമ്മളും ഇതേ മാതൃകയാണ് ചെയ്യേണ്ടത്. വിരോധിക്കട്ടെ, വിരോധമുണ്ടാകും. സത്യവചനങ്ങളെ പ്രസ്താവിക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വിരോധമുണ്ടാകും. ആ സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ നമ്മളവരോട് എതിർക്കാതെ അവർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ, സത്യത്തിന്റെ പരിജ്ഞാനം ഉണ്ടാകും, അവരെ വീണ്ടും ഉപദേശിക്കുകയും ചെയ്യേണ്ട. ഈശോയുടെ ഉപദേശകർത്താവ് ചോദിച്ചു, നിങ്ങളുടെ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയോ കഴുതിയോ തൊട്ടിയോ അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലേ, ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. ഉണ്ടാൻ പറ്റിയതില്ല. ഇവർക്ക് ചെയ്യുന്നില്ല. കാരണം ശബദം പറഞ്ഞുകൊണ്ട് വിശന്ന് നിലവിളിക്കുന്ന കാളയ്ക്കും ആടിനും ഒക്കെ വെള്ളം കൊടുക്കാൻ പറ്റൂ. അതിന്റെ സ്വസ്ഥ നഷ്ടപ്പെടും. അത് കിടന്ന് കാറും. അങ്ങനെ വെള്ളം കിട്ടിയില്ലെങ്കിൽ, തീറ്റി കിട്ടിയില്ലെങ്കിൽ ശബത്താണെന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങൾക്ക് മനസ്സിലാവും. അവർക്ക് മനസ്സിലാക്കില്ല. അത് ഒച്ചമുളം വെക്കും. നമ്മുടെ വീട്ടിൽ കന്നുകാലികളൊക്കെ ഉണ്ടെങ്കിൽ മഴയാന്ന് പറഞ്ഞാൽ പുല്ല് കൊണ്ട് കഴുകിക്കാൻ പറ്റൂ. ആടിനെ വളർത്തണം, കാന്തിനെ വളർത്തണം ഒക്കെ അറിയാം. രാവിലെ മുതൽ എന്ത് ചെയ്യും, ഭയങ്കര ഒച്ച ഉണ്ടാകും. ശ്രദ്ധത്തില്ല. അപ്പൊ പറയാം, മഴയാണ്, മഴ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് ഒച്ചടക്കത്തില്ല. അതിന് കിട്ടേണ്ടിരുന്നവരെ എന്ത് ചെയ്യും, അത് ഒച്ച വെച്ചുകൊണ്ടിരിക്കും. അപ്പം ദൈവം പറഞ്ഞു, ഇങ്ങനെ വെള്ളം വെക്കുന്ന കാളയോ കഴുതിയോ ഉണ്ടെങ്കിൽ ശബത്തിൽ അത് വെള്ളം കുടിക്കാൻ വേണ്ടി കാറിയാൽ, വെള്ളം വെച്ചാൽ ഇങ്ങനെ അഴിച്ചുകൊണ്ട് പോകത്തില്ലേ, കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ബന്ധനം അഴിച്ചു വേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. പുരുഷാരത്തോടാണ് പള്ളി പ്രമാണി ചോദിച്ചു പറഞ്ഞു, വേണമെങ്കിൽ ഒന്ന് ചെയ്തോട്ടെ, ചിലതിന് കൊള്ളും, ഒന്നും ചെയ്തോട്ടെ, കുറഞ്ഞോട്ടെ, പ്രസംഗിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യരുത്, നമ്മുടെ സംഘടനയ്ക്ക് എടുത്തു മാറ്റൊന്നും വരാൻ പാടില്ല. സംഘടനയല്ല വല്ലത്, ദൈവസഭ ദൈവജനത്തിന് പ്രാധാന്യം. ഈ പള്ളിപ്രമാണിയുടെ മെസ്സേജ് കഴിഞ്ഞപ്പം യേശു ഉത്തരം പറഞ്ഞു, ഉണ്ടാവില്ല. അത് പറഞ്ഞു, നമ്മുടെ വ്യക്തിക്കാരാ, നീ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് നിന്റെ സ്ഥാനമാനം പിടിച്ചിരുന്നാൽ മതി. നിനക്ക് കിട്ടേണ്ട ശമ്പളം കിട്ടി, അല്ലെങ്കിൽ നിനക്ക് സ്ഥാനം കിട്ടി വീട്ടിലിരുന്നാൽ മതി, കുഴപ്പമില്ല. നിനക്കൊന്നിന് കുറവായിരുന്നാൽ മതി. പക്ഷേ ഇവിടെ ഇങ്ങനെ കൂലിയായിട്ടിരുന്നാൽ നിനക്ക് പ്രശ്നമൊന്നുമില്ല, നിന്നെ ബാധിക്കുന്ന വിഷയമില്ല. പക്ഷെ എനിക്ക്
ഇത് വിഷയമാണ്. ദൈവം പറയുക, നമ്മുടെ കർത്താവിന് ഇത് വിഷയമാണ്. ഒരുപക്ഷെ മറ്റാർക്കും ഇത് വിഷയമാകണമെന്നില്ല, കാരണം അവരെ ബാധിക്കുന്ന വിഷയം അവരുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്തിപ്പോയാൽ മതി. നമ്മുടെ പ്രിയപ്പെട്ടവരെ കഥാന്റെ ആത്മാവോട് സംസാരിക്കുക. പള്ളി പ്രമാണിക്ക്, അന്നത്തെ ആ പള്ളിയിലെ പ്രമാണിക്ക് ഈ കൂലിയായ സ്ത്രീ ഇങ്ങനെ 18 സംവത്സരം വന്നിരിക്കുന്നതൊന്നും പ്രശ്നമായിരുന്നില്ല. പക്ഷെ അവനെ കൊണ്ട് ചെയ്യാൻ, അവനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവനെ കൊണ്ട് സാധ്യമാണ്. ഇതവൻ നിനക്ക് അതേക്കുറിച്ച് വേദനയോ പാടപ്പെട്ട ആവശ്യമില്ല. പക്ഷെ എന്നാൽ ഞാൻ മനുഷ്യരെ വിടിവിക്കാൻ വന്നവനാണ്, ബന്ധം അഴിക്കാൻ വന്നവനാണ്. അതുകൊണ്ട് ഞാൻ അഴിക്കും. സാത്താൻ ബന്ധിച്ചിരുന്ന 18 സംവത്സരം ബന്ധിച്ചിരുന്ന പ്രകാരമായ ഇവിടെ ശബത്ത് നാളിൽ അഴിക്കേണ്ടതല്ലയോ, അഴിച്ചുകൊണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. കഥ പറഞ്ഞു, ഞാൻ സാത്താന്റെ ക്രമത്തിൽ അഴിപ്പാനാ കവത്തിൽ വന്നു. ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ തിരിച്ചറിയുവാൻ നസറേയനായ യേശുവിനറിയാം. ഇന്ന് പല സമയത്ത് ഉപവാസ പ്രാർത്ഥന നീ കൂനിയിരിക്കുന്നിട്ടും ആരാധനാണെങ്കിലും അതെ, പലപ്പോഴും പല ചോദ്യങ്ങൾ പല ചോദിച്ചിട്ടും കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും നാം ഇന്നും കുനിഞ്ഞായിരിക്കുന്നെങ്കിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ കഥ പറയും, ബന്ധനം നിന്നെ ബന്ധിച്ചിട്ടുണ്ട്, പക്ഷെ എന്നേക്ക് നിന്നെ ബന്ധിച്ചൊതുക്കാൻ കഴിയത്തില്ല. നിന്റെ സ്തോത്രവും ആരാധനയുള്ള താല്പര്യവും ദൈവസന്നിധി വരാനുള്ള വാഞ്ചയും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതും നിന്നെ എന്നും ബന്ധിച്ചിടാൻ കഴിയത്തില്ല. ദൈവത്തിന് അഴിക്കേണ്ട സമയത്ത് ദൈവം അഴിക്കും. 18 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ മകളായ അവളെ ദൈവം ചെയ്തു, ബന്ധനം അഴിച്ചവളെ സ്വതന്ത്രമാക്കിയതുപോലെ ദൈവത്തിന്റെ സമയമെടുത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധനം അഴിയപ്പെടുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കുവാൻ. ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. രോഗബന്ധനമാകട്ടെ, നന്മയുടെ ബന്ധനമാകട്ടെ, ഏത് ബന്ധനമാകട്ടെ, ഏത് വിഷയമാകട്ടെ, സത്താൻ ബന്ധിച്ച് യേശു പറയും, എന്റെ മക്കളാ, അവരെ അഴിച്ചുവിടേണ്ടത് എന്റെ സമയത്ത് ഞാൻ ചെയ്തിരിക്കും, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്തു ആ കൃത്യനിർവഹണം ചെയ്ത് കുനിഞ്ഞിരിക്കുന്നത് നിവർത്തി ബദ്ധന്മാരെ വിടിവിച്ച് കുരുട്ടുകണ്ണുകളെ തുറന്ന് അവൻ വിശപ്പെടുവർക്ക് ആഹാരം കൊടുത്ത് നമ്മുടെ കർത്താവ് തന്റെ പ്രവൃത്തി ലോകത്തിൽ ചെയ്ത് കാണിച്ചവൻ സാക്ഷാൽ ദൈവമാണ്, യഹോവയാണ്. 147 സംഗീതം വായിച്ചാൽ മതി. കുഴിഞ്ഞിരിക്കുന്നത് നിവർത്തുന്നു, ബദ്ധന്മാർ കൂടുതൽ കൊടുക്കുന്നു, അവൻ കുഴിഞ്ഞ പീഡക്കാർക്ക് അവർക്ക് കാഴ്ച കൊടുക്കുന്നു, അവൻ ദരിദ്രർക്ക് ആഹാരം കൊടുക്കുന്നു ഒക്കെ പറയുമ്പോൾ ഇതെല്ലാം ക്രിസ്തു ചെയ്യണമാണ്. ദാവീദൊക്കെ സങ്കീർത്തനങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ നിവൃത്തിയിരിക്കപ്പെടുവാൻ വേണ്ടി ഓരോന്നോരോന്നായി കർത്താവ് അന്ന് ചെയ്തൊന്നും നിവൃത്തിയിരിക്കാതെ പോയിലെല്ലാം നിവൃത്തിയിരിക്കപ്പെട്ടു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. ഇത് പറഞ്ഞപ്പോൾ പള്ളിപ്രമാണി ഒരുത്തൻ മാത്രമല്ല, അതിനോട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന വിരോധികളുണ്ടായിരുന്നു. ഇവരെല്ലാവരും നാണിച്ചു. അവരാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരും ഒക്കെ സന്തോഷിച്ചു. ഒരു കൂട്ടർ നാണിക്കുമ്പോൾ മറുകൂട്ടർ സന്തോഷിക്കും. അതെ, നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തി മുഖാന്തരമായി ചിലർ നാണിക്കാൻ പോവുകയാണ്. അത് ദൈവപ്രവൃത്തിക്ക് വിരോധമായി വിരോധം നിൽക്കുന്നവർ നാണിച്ചു പോകും ദൈവപ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ മറുഭാഗത്ത് ഈ സാധാരണക്കാരായിരിക്കുന്ന ഇതിന്റെ യാതൊരുവിധമായ കാര്യങ്ങളും പങ്കുപറ്റാത്തവരായിരിക്കുന്ന പുരുഷാരമുണ്ട്. അവരെന്ത് ചെയ്തു? അവർ സന്തോഷിപ്പാൻ കഴിയാത്തത്. അപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ കർത്താവ് വ്യക്തമായി ഉത്തരം പറഞ്ഞ് അവർ നാവടച്ചപ്പോഴാണ് ഈ വിരോധികൾ എന്ത് ചെയ്തത്? എല്ലാവരും നാണിപ്പടയാത്തപ്പോൾ. നമ്മള് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ച് ചില നാട് അടപ്പിക്കണം, അല്ലെങ്കിൽ ഈ വിരോധം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അതാണ് കർത്താവ് കാണിച്ച മാത്രമല്ല. ഈ വിരോധം ഉയരുമ്പോൾ യേശുവിടെ ഇറങ്ങിപ്പോന്നില്ല. അതിന് അവർക്ക് മാനസർവദാത്ത രീതിയിൽ കർത്താവ് പറഞ്ഞു, അബ്രഹാമിന്റെ മകളായുള്ളത് ഇവിടെ കുഞ്ഞിരിക്കുന്നതിനെ നോക്കാൻ എനിക്ക് കഴിവുണ്ട്, അത് ഞാനവിടെ നോക്കിയത്. നീ അത്രയും വിശ്വസിച്ചാൽ മതിയായിരുന്നു. ഇത്രയും വർഷം ചെയ്യാതിരുന്ന ഇവിടെ നിവർത്തിയപ്പോൾ ഇവൻ സാധാരണക്കാരനല്ല എന്ന തിരിച്ചറിവ് പള്ളിപ്രമാണികളെ കൊണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അവന്റെ പാരമ്പര്യത്തിന്റെ കാഠിന്യ നിമിത്തം, അല്ലെങ്കിൽ അവന്റെ സ്ഥാനത്തിന്റെ വലിമ നിമിത്തം അവൻ വിചാരിച്ചു യേശു ഒന്നുമല്ല,
അവനാണ് വലുതെന്നുള്ള ചിന്ത വന്നപ്പോൾ യേശു പറഞ്ഞു, നീ കപടഭക്തിക്കാരനാണ്. അങ്ങനെ കർത്താവ് ബന്ധനമഴിച്ച ദൈവമകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് കർത്താവ് നമ്മുടെ പാപബന്ധനത്തെ അഴിച്ച് നാം പാരമ്പര്യം നമ്മൾ വിട്ടുപോന്നപ്പോൾ പലരും നമ്മളെ പരിഹസിച്ചില്ലേ, വിരോധം പറഞ്ഞില്ലേ, പലതും പറഞ്ഞില്ലേ, ആരാധനയ്ക്ക് പൊയ്ക്കോ, ഇന്നടത്ത് പോകരുന്നൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിട്ടുപോരേണ്ട സമയത്ത് വിട്ടുപോയി ബന്ധനം അഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇങ്ങനെ അവനാൽ ക്രിസ്തുവിനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരം സന്തോഷിക്കും. യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികൾ മുഴുവനും മഹിമയുള്ള പ്രവർത്തികളാണ്, സന്തോഷിക്കത്തക്കവണ്ണമുള്ള പ്രവർത്തികളാണ്. അത് കാണുമ്പോൾ സന്തോഷിക്കാൻ തോന്നും. അതാണ് നമ്മുടെ പ്രകടനം, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. മറ്റു പലയിടത്തും ഒന്നും കാണാനില്ല. സ്തോത്രം. ആഘോഷങ്ങളും ആചാരങ്ങളുമായി മാത്രം നടക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് സത്യമായിരിക്കുന്ന വിടുതലുണ്ട്, ബന്ധനമഴിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള വിടുതലുകൾ നടക്കുന്നുണ്ട്. അത് എന്തിനെന്ന് ചോദിച്ചാൽ വചനവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ സത്യത്തിൽ നിന്നുകൊണ്ട് കുനിഞ്ഞു ചെയ്താലും കുഴപ്പമില്ല. നാസേന്റെ കാലം മാത്രമേ നമ്മുടെ വേദന വരാവൂ. ഞാൻ പറയാം, നീ കുനിഞ്ഞിരുന്നാലും കുഴപ്പമില്ല. നിന്റെ അടുക്കൽ വരുന്നത് ക്രിസ്തുവായിരിക്കണം. അവന്റെ കരം മാത്രമേ നമ്മുടെ മീതെ വരാവുള്ളൂ. എന്റെ ബന്ധനം അഴിക്കുവാൻ യേശുവിന്റെ കരമല്ലാതെ മറ്റൊരു കരം എനിക്ക് ആവശ്യമില്ല. ക്രിസ്തുവിന്റെ യഥാർത്ഥമായ ശിഷ്യന്മാരുടെ ശുശ്രൂഷക്കാരുടെ കരമല്ലാതെ തിരുപദേശക്കാരായിരിക്കുന്ന മറ്റാരുടെ കരം എനിക്ക് വെച്ച് എനിക്കൊരു വിടുതൽ വേണ്ടത്ര തീരുമാനമെടുക്കും. അതാണ് ഈ ദിവസം ആവശ്യം. വിടുതലിന്റെ ആവശ്യം 18 സംവത്സരം കുനിഞ്ഞിരുന്നാലും നാസേന്റെ കരം മതി. എല്ലാവരും പറഞ്ഞാട്ടതെ, എത്ര നാൾ കുനിഞ്ഞാലും വിഷയം മാറിയില്ലെങ്കിലും യേശുവിനെ വിട്ട് അവന്റെ ഉപദേശം വിട്ടിരുന്നതിന് എനിക്ക് വേണ്ട. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് മതി എന്റെ വിടുതൽ എന്നുള്ള പ്രത്യാശയും തീരുമാനമാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കടങ്ങൾ ഇപ്പോൾ വിളിച്ചയക്കുന്നുണ്ട് കൊണ്ടോ, ഒരുപാട് കൂട്ടായ്മ നടക്കുന്നുണ്ട് കൊണ്ടോ, ഒരുപാട് മീറ്റിംഗ് നടക്കുന്നുണ്ട്, വലിയ വിടുതൽ നടക്കുന്നുണ്ട്. പക്ഷേ വചനപരമായ സത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നാം ദിവസങ്ങളിൽ ചിലരുടെ കരങ്ങളിൽ കീഴെ പോയി നിൽക്കേണ്ടത്. അതെ, ഇന്ന് പ്രശ്നപ്പെടുന്ന കർത്താവേ, നിന്റെ കരം, അതെ നിന്റെ അഭിഷിക്തന്മാരുടെ കരം മാത്രമേ എന്റെ മേലും എന്റെ കുടുംബത്തിന് മേലും വെക്കാവേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കൂടുതൽ മീറ്റിങ്ങുകൾ, മറ്റുള്ള മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ. കർത്താവേ, നിന്റെ ഹിതമല്ലാത്തൊരു വ്യക്തി പോലെ എന്റെ തലയിൽ കൈവയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവമാണ് പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവമില്ലാത്തൊരു വിടുതലിക്കുവാണ് ദൈവത്തിന്റെ അഭിഷിക്തമായ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി, യേശുവിന്റെ കരം മാത്രം മതി എന്റെ ബന്ധനം അഴിക്കുവാൻ. അതുകൊണ്ട് ദിവസങ്ങളിൽ ആ പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു ഭക്തന്മാരെ കുനിഞ്ഞിരിക്കുന്നത് ഉയർത്തുന്ന ദൈവമാണ്, വിടിവിക്കുന്ന ദൈവമാണ്. എത്ര വലിയ ഭാരമാണെങ്കിലും വിശ്വാസത്തെ കുനിഞ്ഞിരിക്കുന്ന വ്യക്തി നിരാശകൾ പലപ്പോഴും പിടിച്ചപ്പോഴും യോബിനെ പോലെ പിടിച്ചപ്പോഴും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു, എന്റെ ദൈവത്തിന് സകലവും കഴിയുമാണ്. നമ്മുടെ സമയം നമ്മുടെ ദൈവത്തെ മറ്റൊരു സന്ദർഭം കൂടി ഇതോടനുബന്ധമായി 14-ാം അധ്യായത്തെ കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ പ്രവൃത്തിയെ നിർത്തിയില്ല. വിരോധിച്ചെന്ന് കണ്ടുകൊണ്ട് ദൈവം തന്റെ പ്രവൃത്തിയെ നിർത്തത്തില്ല. ആത്മാവിന്റെ പ്രവർത്തനത്തെ വിരോധിക്കാൻ ആർക്കും കഴിയത്തില്ല. ശബത്തിനെ ലംഘിച്ചു എന്നുള്ള ഒരൊറ്റ വിഷയം എടുത്തുകൊണ്ട്, പക്ഷെ ശബത്തിൽ ദൈവം ചെയ്തൊരിക്കലും തിന്മയല്ല ചെയ്തത്, നന്മയാണ് ചെയ്തത്. അവന്റെ ലാഭത്തിന് വേണ്ടിയോ സ്ഥാനമയങ്ങൾക്ക് വേണ്ടി ഒന്നല്ല യേശു ചെയ്തത്. കർത്താവോടെ ഇവരെല്ലാവരെയും കിട്ടുന്നത് ഉപദേശിക്കാൻ പറ്റുന്ന ദിവസം അന്നാണ്, ഈ ശബത്ത് ദിവസമാണ്. അന്നാണ് കർത്താവോടെ പോയി സംസാരിച്ചത്. അന്നേരമാണ് ഈ സ്ത്രീ അവിടെ വന്നത്, അവിടെ സൗഖ്യമാക്കിയത്. മറ്റൊരു സന്ദർഭം കൂടി ഇവിടെ വേഗത്തിൽ വായിക്കാൻ കർത്താവ് താല്പര്യപ്പെടുക. 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, അതും ഇതിനോടനുബന്ധമായ കാര്യമാണ്. പലിശപ്രമാണി ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. യേശുവിനെ ക്ഷണിച്ചിട്ട് ശബത്തിലേക്ക് ചെന്നപ്പോ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇവരെ കുടുക്ക് വെക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. യേശുവിനെ ക്ഷണിച്ചു. കഥാ മുന്നേ അറിയാമല്ലോ കഥാവാരാ, എല്ലാം മനസ്സിലാക്കുന്ന നമ്മുടെ കർത്താവ്. പലിശപ്രമാണികൾ ഒരുത്തൻ പള്ളിപ്രമാണിയല്ല, പലിശപ്രമാണി. ഈ പ്രമാണിമാര് പലരും വിരുദ്ധമായിട്ട് ചിന്തിക്കാൻ വേണ്ടി, പിടിക്കാൻ വേണ്ടി നിൽക്കും. പക്ഷെ ഈ പ്രമാണിമാരുടെ എല്ലാ പ്രമാണിത്വത്തെ മാറ്റുന്നവന്റെ കർത്താവ്, അവരുടെ ചിന്തകളെ മാറ്റുന്ന. അപ്പം അവരെല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു.
മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിലുണ്ടായി. മഹോദരം എന്ന് പറഞ്ഞാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള സെല്ലിങ്സിനെ കാണിക്കുന്നു, ഈ വീഴ്ച ഇരിക്കുന്നതിനെ കാണിക്കുന്നത് മഹോദരം. വയറ്, കൈകാലുകളൊക്കെ അസാധാരണമായി വലിപ്പം തോന്നിക്കുന്ന വെള്ളം കെട്ടുള്ളതിനെയാണ് ഈ മഹോദരം എന്ന് പറയുന്നത്. ട്രോപ്സിയാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഇവന്റെ മുതിരമൊക്കെ വല്ലാതെ വെള്ളം കെട്ട് നിറഞ്ഞിങ്ങനെ അസാധാരണമായ വലിപ്പത്തിൽ അങ്ങനെ ശരീരഭാഗങ്ങൾ ഇരിക്കുക. മഹോദര മനുഷ്യൻ അവന്റെ മുമ്പിലുണ്ടായി. വിചാരിക്കുന്ന ഈ മനുഷ്യൻ അവരുടെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ വെളിയിൽ നിന്ന് കൊണ്ടുവരുത്തില്ല. പരിശുദ്ധമായ വീട്ടിലൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കുടുംബത്തെ ജനിച്ച അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു വ്യക്തി മാത്രം അവിടെ ഇരിക്കാൻ അവിടെ പറ്റൂ. അല്ലാതെ പള്ളിപ്രമാണിയുടെ പരിശുദ്ധമാണിയുടെ ഇതിനകത്തേക്ക് അങ്ങനെ ഒരു വ്യക്തിയോടെ വരാൻ കാരണം എന്തെങ്കിലും റിലേഷൻ അല്ലെങ്കിൽ ഇതൊരു കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ യേശുവിലേക്ക് ഒരാളുടെ താല്പര്യത്തോടെ വന്നായിരിക്കാം. പരിശുദ്ധമാണി നടക്കുന്ന സമയത്തും അവിടെ ഭാവിയായ സ്ത്രീ വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇതിനുമായിട്ട് വളരെ ബന്ധമുള്ള ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ യേശു വരുന്നത് കണ്ടുകൊണ്ട് സൗഖ്യമാകാൻ വേണ്ടി അവൻ അവിടെ എത്തിയതാണ്. ഏതായാലും ഇത് വീട്ടിൽ വെച്ച് നടക്കുന്ന സംഭവം, ഒന്ന് പള്ളി വെച്ച് നടക്കുന്ന സംഭവം, മറ്റൊന്ന് പരിശുദ്ധമാണ് വീട്ടിൽ വെച്ച് നടക്കുന്ന സംഭവം. യേശുവിന് പ്രവർത്തിക്കാൻ എവിടെയും പ്രവർത്തിക്കാം. വഴിസൈഡിൽ വെച്ച് യേശു പ്രവർത്തിക്കും, ചന്തസ്ഥലത്ത് വെച്ച് യേശു പ്രവർത്തിക്കും, അത് കുളക്കരയിൽ വെച്ച് യേശു പ്രവർത്തിക്കും, വീട്ടിനകത്ത് വെച്ച് പ്രവർത്തിക്കും, പള്ളിയിൽ വെച്ച് പ്രവർത്തിക്കും. എവിടെ വെച്ചും യേശുവിന് പ്രവർത്തിപ്പാൻ കഴിയും, പ്രവർത്തിപ്പാൻ കഴിയും. ഈ പരിശുദ്ധമാണിയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഈ ശ്രമത്തിൽ നടക്കുന്നതായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയവരുടെ കൂട്ടത്തിൽ മഹോദരമുള്ള ഒരുത്തൻ കൂടി എത്തിയിരുന്നു, അതിന് മുമ്പിലുണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശ്രമത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. മറ്റൊരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യേശുവോട് ചോദിക്കുക, അവനെ ഞാൻ സൗഖ്യമാക്കിയപ്പോൾ നീ വിരോധിച്ചല്ലോ, നീ ഉൾപ്പെട്ടിരിക്കുന്ന ആ സംഘം വിരോധിച്ചല്ലോ. അന്ന് ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഉദ്ദേശം നിന്റെ ഭക്ഷണം കഴിക്കാന്നുള്ളതല്ല, നിങ്ങൾ എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എനിക്കറിയുന്നതാണല്ലോ. നീ സൗഖ്യമാക്കിയില്ലെന്ന് അറിയുന്നതാണ് ഇവിടെ നോക്കുന്നത്. അല്ലാതെ യേശുവിനെ സ്നേഹത്തിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ കഥാൻ അറിയാമായിരുന്നു. ഈ മഹോദരനെ അവിടെ കൊണ്ടിരുത്തി. ഇപ്പൊ കഥ കാണുമ്പോൾ തന്നെ കുടിഞ്ഞിരിക്കുന്ന സ്ത്രീയെ കണ്ടപ്പോഴല്ലേ എന്നാൽ ഇതുപോലെ ഉയർത്തി കെട്ടിയിരിക്കുന്നവരെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു ജീവനെ സൗഖ്യമാക്കുക നോക്കാം എന്നുള്ള രീതിയിലാണ് കൊണ്ടിരുന്നത്. യേശുവിന്റെ അടുക്കൽ വീർത്ത് കെട്ടിയിരിക്കുന്നതിനെ മാത്രമല്ല, നെഞ്ചാകത്തൊരു വീർപ്പുണ്ടെങ്കിൽ അതുപോലെ കണ്ടുപിടിക്കാൻ കഴിയുള്ളതാണ് കഥാവസ്ഥ. പുറമെ കുഞ്ഞിരിക്കുന്ന ഒരുവനെയല്ല, അതെ ഹൃദയം കൊണ്ട് കുഞ്ഞിരിക്കുന്നതിനെ കാണാൻ കർത്താവിന് കഴിയും. മഹോദരം ഇതാണ് പതിനെട്ട് മനസ്സിലായത്, തെളിവുണ്ടാകണം. ഒന്നുകൂടി അത് ഉറപ്പിക്കുക, യേശു ശബത്തിനെ ലംഘിക്കുന്നതിനാണ് തെളിയിക്കാൻ വേണ്ടിയാണ് പിന്നെ മഹോദരമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് അവിടെ ഇരുത്തത്. അപ്പോഴാണ് എന്റെ മഹോ എനിക്ക് മനസ്സിലായത് എന്താണ് ഇത് വന്നിരിക്കാൻ കാണുന്നത്. കാരണം കുഞ്ഞിരിക്കുന്ന സ്ത്രീയെ കർത്താവ് കണ്ടപ്പോൾ അവളെ സൗഖ്യമാക്കിയെങ്കിൽ നിശ്ചയമായിട്ടും യേശു ഇവനെ കാണുമ്പോൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു സത്യത്തിൽ തന്ത്രം ഉപയോഗിക്കുക, പിന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള വഴി നോക്കുക. വിരോധികൾ എപ്പോഴും കൊടുക്കാൻ വേണ്ടി നോക്കും കേട്ടോ. വിരോധികളുടെ പ്രധാന പരിപാടി നമ്മളെ കൊടുക്കാൻ വേണ്ടിയാ. അവരെ എങ്ങനെയെങ്കിലും കുടുക്കിച്ചാടിക്കാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. പക്ഷേ എന്നാൽ അതിനതീതമായി പ്രവർത്തിക്കുന്ന സ്വർഗീയ ജ്ഞാനം ദൈവസഭയ്ക്കും ദൈവമക്കളും ദൈവം തന്നിട്ടുണ്ട്. ഈ 10 സംവത്സരം കഴിഞ്ഞിരിക്കുന്ന സ്നേഹം നമ്മളെപ്പോൾ സൗഖ്യമാക്കിയെങ്കിൽ ഇവിടെ യേശു എന്റെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ വന്നു കണ്ടു കഴിഞ്ഞാൽ യേശു കഴിച്ചിട്ട് പോയി അവനെ പിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ മഹോദരമുള്ള എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ രോഗിയാണെന്ന് തെളിവുള്ള വയറൊക്കെ ചാടി കൈകാലുകളൊക്കെ വീർത്തിരിക്കുന്ന ഒരു വല്ലാത്ത വളർച്ചയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് അവിടെ എത്തിയിരിക്കുന്നത്. നീ യേശുവിനെ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നാലും അവനെ ദൈവം സൗഖ്യമാക്കാൻ കൊണ്ടുവസ്തവം. ഒരു പരീക്ഷാവസ്തുവായിട്ട് അവനെ കൊണ്ടുവന്നെങ്കിലും യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയും. അവൻ സൗഖ്യമാക്കുന്നവനാണ്. അവന്റെ മുമ്പിൽ അവൻ സകലത്തെയും പക്ഷപാതമില്ലാതെ നോക്കുന്നവനാണ്. അവൻ കണ്ടാൽ അവൻ ഒരിക്കലും അത് അങ്ങനെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല, സൗഖ്യമാക്കിയിട്ട് അവൻ പോകുന്നു. പിന്നെ അവർ നോക്കിക്കൊണ്ടിരുന്നത് യേശു വന്നപ്പോൾ മുതല് ഈ എന്തായാലും നമുക്കറിയാം, നമ്മളൊരു പാർട്ടിയിലോ ഒരു സദ്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ
എല്ലാവരെയും കാണുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രത്യേകതകളുടെ പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ വലിയ വയറും ഒക്കെ ചാടിയിരിക്കുന്ന ഒരു വ്യക്തി അവിടെ കൊണ്ടിരുത്തിയിരിക്കുക. ഈ യേശു കഴിക്കാൻ ചെല്ലുന്ന ആഹാരം കഴിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുക. യേശു ന്യായശാസ്ത്രമായിട്ടും പരിശുദ്ധമായ ശബത്തിൽ സൗകര്യമായ വിവിധമായി ചോദിച്ചു. അവര് മിണ്ടാതിരുന്നു. വിരോധികളെ മിണ്ടാതാക്കണം നമ്മുടെ കർത്താവ്. നമ്മൾ സംസാരിച്ചു അഹങ്കാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ അഹങ്കാരത്താൽ മിണ്ടാതിരിക്കുക. ഉത്തരം അറിയാമായിരുന്നു. ചിലരുടെ അഹങ്കാരം കൊണ്ട് മിണ്ടാതിരിക്കും. ഇവിടെ ഒരു അഹങ്കാരം കൊണ്ട് മിണ്ടാതിരിക്കുന്നത്. എന്നാൽ ഒരു മിണ്ടാതിരിക്കുക. നമ്പികൾ അഹങ്കാരികളായിരിക്കുന്ന ഇവന്മാരെ മിണ്ടാതിരിക്കുക. വേണ്ടാതെ ചെയ്യുന്നത് ഇരിക്കുക. അപ്പോൾ അവനെ യേശു എന്ത് ചെയ്തു? അവനെ ഇവർ മിണ്ടാതിരുന്നെങ്കിലും നീ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും നോ പറഞ്ഞാലും യേശു പറഞ്ഞാലും പ്രവർത്തിക്കേണ്ടവന്റെ മുമ്പിൽ കണ്ടോ അത് വിടുതലായിത്തീരും. അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു. എന്ന് ഞാൻ വിചാരിക്കുക, എന്താണ് കർത്താവിന്റെ കരത്തിന്റെ ശക്തി! എങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാ? വയറൊക്കെ വല്ലാതെ ചാടി, അവന്റെ കൈകാലമൊക്കെ വല്ലാതെ അസാധാരണമായിരിക്കുന്ന വലിപ്പം വെള്ളം കൊണ്ട് നിറയപ്പെട്ടവനായി തടിച്ച ഒരുക്കൻ എന്ന് പറഞ്ഞാൽ ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ മഹോദരമുള്ളവൻ. യേശുവിന്റെ കരത്തിന്റെ സ്പർശനം അവനെ സ്പർശിച്ചപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന ആ വളർച്ച, വല്ലാത്ത വേണ്ടാതിരുന്ന വളർച്ചയെല്ലാം വിട്ടുമാറിയെന്ന് എന്റെ കർത്താവ് ഒന്നും അസാധ്യമാക്കില്ല. ഇവനെ സൗഖ്യമാക്കും. 2 വർഷം സംവത്സരമായ ഇവനെ സൗഖ്യമാക്കിയതുപോലെ ഇവനെ സൗഖ്യമാക്കുമോ എന്നുള്ള ഇതോടുകൂടിയാണ്. വിചാരിച്ച് നടക്കത്തില്ല. ഇങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ യേശു പറഞ്ഞപ്പം ഈ 12 സംവത്സരമായ സ്ത്രീ സൗഖ്യമായതായി. പക്ഷെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇവനെ സൗഖ്യമാകത്തില്ല. ഇവന്റെ ഉദരവും കൈകാലുകളും ഒക്കെ വല്ലാതെ ചാടി വിരൂപമായിരിക്കുന്നവനെ ദൈവം അവനെ ദൈവത്തിന്റെ സ്വരൂപ സൃഷ്ടിച്ച മനുഷ്യനെ അവന്റെ സ്വരൂപത്തിലാക്കി മാറ്റിവിട്ടു. ഇന്ന് പകൽ സമയം പ്രിയപ്പെട്ടവരെ, ദൈവം അവന്റെ സ്വരൂപ സൃഷ്ടിച്ച മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്, പല രോഗങ്ങളുണ്ട്, പാപങ്ങളുണ്ട്, പലതുമുണ്ട്. അതവന്റെ രൂപത്തെ വിരൂപമാക്കി കളഞ്ഞിരിക്കുക. അവന്റെ പുറത്തെ മനുഷ്യനെ അകത്തെ മനുഷ്യനെ വിരൂപമാക്കി കളഞ്ഞിരിക്കുന്ന പൈശാചിക ബന്ധനമുണ്ടോ? ആ വിരൂപത്തെ മാറ്റി ആകൃതിയുള്ളവനാക്കി മാറ്റുവാൻ, അതിനെ വിശേഷതകളാക്കി മാറ്റുവാൻ, വിടുതൽ നൽകുവാൻ എന്റെ യേശുവിന് കഴിയും. യേശു ആദത്തെ ഹവയെ സൃഷ്ടിച്ച ഹവ ഊനിയിലിരുന്നത്. ആദം വയറുചാടിയവനായിട്ട് വിരൂപമായിട്ടല്ല ഇരുന്നത്. യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ വിരൂപമൊക്കെ മാറും. യേശുവിനെ തൊട്ടു സൗഖ്യമാക്കി വിട്ടയച്ചു. കർത്താവ് സ്പർശിച്ചപ്പോൾ തന്നെ ഇവന്റെ ചാടിയ വയറും ആ വെള്ളം കെട്ടിയ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും യേശുവിന്റെ കരസ്പർശനത്താൽ അത് വിട്ടുമാറി സൗഖ്യമായി അവൻ സാധാരണക്കാരായ ഒരു മനുഷ്യനായി ദൈവത്തിന്റെ സ്വരൂപ സൃഷ്ടിച്ച മനുഷ്യനെ പോലെ ആയിത്തീർന്ന് അവനെ അവിടെ നിന്ന് വിട്ടയച്ചുവെങ്കിൽ, ഞാൻ അവരോട് ചോദിച്ചു, മിണ്ടാതിരുന്നവരോട് ചോദിച്ചു, നിങ്ങളൊരുത്തിന്റെ മകനോ കാളയോ ശബത്തിനാളിൽ കിണറ്റി വീണാൽ ക്ഷണത്തിൽ വടിച്ചടിക്കുകയില്ലയോ? കാത്തിരിക്കുമെന്ന് ചോദിച്ചു. ശനിയാഴ്ച ആകട്ടെന്ന് പറഞ്ഞിട്ടിരിക്കുമോ? ഇല്ല. കിണറ്റി വീണ് കഴിഞ്ഞാൽ അതെ ശബത്തിനാളാണെന്ന് കാളക്കരയത്തിൽ ഒരു പക്ഷെ കുഞ്ഞിനറിയത്തില്ലായിരിക്കും. കിണറ്റി വീഴാം. വീണ് കഴിഞ്ഞാൽ അതിനെ വലിച്ചെടുക്കുകയില്ലോ എന്ന് ചോദിച്ചു. വലിച്ചെടുക്കും എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആർക്കും തന്നെ ആദ്യം ഉണ്ടാതിരുന്ന അഹങ്കാരം കൊണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അഹങ്കാരം ഉണ്ടായിരിക്കുന്നുണ്ട്, ചോദിച്ചൊന്നും മിണ്ടത്തില്ല. അത് ഗമയുടെ കഥ. ഭയങ്കര അഹങ്കാരമുള്ള മിണ്ടത്തില്ല. അപ്പൊ ആദ്യം ഈ പരീക്ഷ പ്രമാണിയൊക്കെ യേശു ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്നത് മഹോദരോടല്ലേ, ഇവന്റെ ശല്യം കണ്ടില്ലേ? ഒരു മനസ്സ് പറയുക, ഇവൻ സൗഖ്യമാക്കുവോ? സൗഖ്യമാക്കിയാലും ഇവനെ പിടിക്കുക, സൗഖ്യമാക്കിയില്ലെങ്കിൽ ഇവനെ പിടിക്കാൻ വേണ്ടി ഇരിക്കുക. മിണ്ടാതില്ല, നീ എന്നാ വെള്ളം ചെയ്യാം. പക്ഷെ രണ്ടാമത് മിണ്ടാതിരുന്നത് നാണിച്ചിട്ട് മിണ്ടാതിരുന്നതാണ്. മനസ്സിലായി? ആദ്യം മിണ്ടാതിരുന്നത് അഹങ്കാരത്തിലെ മിണ്ടാതിരുന്നത്. പക്ഷെ
രണ്ടാമത് കർത്താവിന്റെ പ്രവർത്തന ദൈവത്തിന് ചോദ്യത്തിന് മുമ്പിൽ ചൂളിപ്പോയി, മിണ്ടാൻ പറ്റാതെ പോയി. നാവ് അനക്കാൻ കഴിയാത്ത വണ്ണം യേശുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഇവർക്ക് നിശബ്ദരായി തീർന്നു. ആദ്യം ഉണ്ടായിരുന്ന അങ്ങനെയല്ല, അവർ മനഃപൂർവ്വം മിണ്ടാതിരുന്നതാ, പിടിക്കാൻ വേണ്ടി കാത്തിരുന്നതാ, അഹങ്കാരത്തോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ വിരോധികളെ ലജ്ജിപ്പിക്കുന്ന ദൈവം അവന്റെ വിരോധികളെല്ലാവരും നാണിച്ചു. ഇവിടെയും ഈ പരിശുദ്ധമായ വീട്ടിലും എല്ലാവരും നാണിച്ചു. പക്ഷേ ചിലർ അവിടെ സന്തോഷിച്ചു. ഈ മഹോദരം വിട്ടുമാറിയവൻ അവന്റെ വയറും അവന്റെ കൈകാലുകളൊക്കെ നോക്കുമ്പോൾ അവൻ അതിശയമായി തീർന്നു. എനിക്ക് ഇത്രമാത്രം വിടുതൽ കിട്ടിയല്ലോ. ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വന്നതുപോലെയല്ല മടങ്ങിപ്പോയത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ കർത്താവൻ സകലവും സാധ്യമാണ്. അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകുകയില്ല. അവന്റെ പ്രവൃത്തിയുടെ മുമ്പിൽ വിരോധികൾ നാണിച്ചു പോകും. അതേന്ന് പരസ്യ ഉപവാസപ്രാർത്ഥത്തിൽ കുറിച്ചു വെച്ചുകൊള്ളുക. അതേ, നമ്മുടെ വിരോധികളെല്ലാവരും നാണിച്ചു പോകും. അവിടെ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരും സന്തോഷിക്കും. ദൈവമക്കൾ സന്തോഷിക്കുന്ന സാക്ഷ്യം പറയുവാൻ, അതേ, വിരോധികളായിരിക്കുന്ന പൈശാചിക ശക്തിയിൽ വിരോധികളായിരിക്കുന്നവർ ലജ്ജിച്ച് നാണിച്ചു പോകത്തക്കവണ്ണം ദൈവാത്മാവ് ഇടപെടുമെന്നാണ് ഇതിനോട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, മറ്റൊരു സന്ദേശം കൂടി ഞാൻ ഇതിനോടനുബന്ധമായി വേഗത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാ. അവർ ചോദിച്ചു, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് പിതാക്കന്മാർ ചോദിച്ചെങ്കിൽ അത് സാധിക്കും എന്ന് വെളിപ്പെടുത്തി കൂടി ദൈവം ചെയ്തു. അപ്പൊ പഴയ നിയമത്തിൽ അവർ ചോദിച്ച ചോദ്യങ്ങളൊന്നും ദൈവം തള്ളിക്കളഞ്ഞില്ല. അതെല്ലാം അതിന്റെ സമയത്ത് ദൈവം ഭംഗിയായി ചെയ്തു. വിരോധികൾ ലജ്ജിച്ചു പോകത്തക്കവണ്ണം ദൈവം ഇവരെ മിണ്ടാതാക്കി. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ വിരോധികൾ മിണ്ടാതാകും, ലജ്ജിച്ച് നാണിച്ചു പോകും. എന്നാൽ അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല. നമ്മുടെ കർത്താവേ, നിന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നു, ഞങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകുവാനിടയാകുകയില്ല. മരുഭൂമിയിൽ മേശ ഒരുക്കുമോ എന്നുള്ളത് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ അത് അവിടെ രേഖപ്പെടുത്തുന്ന 19 വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങളൊക്കെ അവനോട് അറിയിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് തനിച്ചു വാങ്ങിപ്പോയി. അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു. അവൻ അവരെ കൈക്കൊണ്ടു ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടി അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. പകൽ കഴിവാറായപ്പോൾ മന്ദിരകത്ത് വന്ന് അവനോട്, ഇവിടെ മരുഭൂമിയിലായിരിക്കൊണ്ട് പുരുഷാരെ ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാൻ വേണ്ടി അവരെ പറഞ്ഞയക്കണം. പറഞ്ഞു, കർത്താവേ, മരുഭൂമിയാ ഒന്നുമില്ല, പറഞ്ഞയക്കണം, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, അവരോട് നിങ്ങൾ തന്നെ ഭക്ഷിപ്പാൻ കൊടുക്കുന്നു. ഇത് പറഞ്ഞ കർത്താവ് പറഞ്ഞത്, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയും. അതേ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം കൊണ്ട് നടത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ ചോദ്യങ്ങളുണ്ടായി. ദൈവജോതിയോട് ചോദിച്ചു, അവർക്ക് ഈ മുകളിലോട്ട് നോക്കിയാൽ മതിയായിരുന്നു. എത്ര ഈ സൂര്യന്റെ ചൂടൊന്നും അനുഭവിക്കാതെ ദൈവം നമ്മുടെ മേൽ പിടിച്ചിരിക്കുന്ന മേൽക്കട്ടി എത്ര ശ്രേഷ്ഠം. പകൽ ചൂടൊന്നും അനുഭവിക്കുന്നില്ല. രാത്രി വെളിച്ചത്തിന് വേണ്ടി അഗ്നിസ്തംഭമുണ്ട്. കഴിക്കേണ്ട സമയത്ത് ആഹാരം കിട്ടും, കുടിക്കാൻ കിട്ടും, ഒന്നിനൊരു കുറവില്ല. എല്ലാം സമൃദ്ധിയായി ആ മരുഭൂമിയിൽ വേണ്ടതെല്ലാം നൽകി പോറ്റി പോഷിപ്പിച്ച ദൈവത്തോട് ഇവർ ചോദിക്കുന്നത്, മരുഭൂമി മേശ ഒരുക്കാൻ കഴിയുമോ? അന്ന് ചോദിച്ച തലമുറകളുടെ തലമുറകളാണ്. പിന്നീട് യേശുവിന്റെ സമയത്തും ഇതേ അവസ്ഥയിലായിത്തീർന്നപ്പോൾ യേശു ശിഷ്യന്മാരൊക്കെ അവർ പറയുക മരുഭൂമിയാണെന്ന് പറഞ്ഞ് അവരാ പാരമ്പര്യം പറഞ്ഞു. പക്ഷെ യേശുവിടെ നടന്നതുകൊണ്ട്, ക്രിസ്തുവിനോട് നടന്നുകൊണ്ട് ഇവർക്ക് അനുസരണ മനഃപ്പാവം. യേശു എന്ത് പറഞ്ഞാലും അത് ചെയ്യുമായി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉയർന്നു വരുമ്പോഴും ഈ ക്രിസ്തുവിനോട് കൂടെ നടന്ന ആ ബന്ധമുള്ളതോട് അവൻ പറയുന്നതൊക്കെ ചെയ്യും. അവർ സംഭവിച്ചത് അവര് പറഞ്ഞു, അവർ പ്രായോഗികമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു മരുഭൂമിയാ വിട്ടയക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശുവോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതോ? പറഞ്ഞത് 5 മീനും അല്ലാതെ അതേ ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി സകല ജനത്തിനും വേണ്ടി പോയി നിങ്ങൾ കൊള്ളണമോ എന്നവർ ചോദിച്ചു. പ്രായോഗികമായിട്ട് അവർ പറഞ്ഞു, ഇത് 5 മീനെ ഞങ്ങളുടെ ഉള്ളൂ, ഞല്ല ഇവർക്കെല്ലാം കൊടുക്കാൻ ഞങ്ങൾ പോയി കൊള്ളണമെങ്കിൽ അത് ചെയ്യാം, നീ പറഞ്ഞാൽ ഞങ്ങൾ. പക്ഷെ ഇത് എന്ത് തികയും, എവിടെ നിങ്ങൾ കൊണ്ടുവരും എന്നുള്ള ചോദ്യം അവരെ അസാധ്യമായി. കഥാവോട് പറയുക, ഞങ്ങൾക്ക് അസാധ്യമായ കാര്യം. കഥാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, 50 വീതം പന്തിയായി ഇരുത്തിയിരുന്നതിന് ബാക്കി കാര്യം ചെലവാകും. യേശു പറയുമ്പോൾ നമ്മൾ പല തടസ്സങ്ങളും പറയണം.
കർത്താവിന്റെ മകന്മാർക്ക് മാർക്ക് കുറവാ, കഴിവ് കുറവാ, സൗന്ദര്യം കുറവാ, പലതുമാകട്ടെ, എന്തുമാകട്ടെ, സ്തോത്രം. നമ്മുടെ ദൈവാത്മാവ് ചിലത് പറയാൻ പോവുക, ചിലത് സംഭവിക്കാൻ പോവുക. അതെ, ഒന്നും സാധ്യമാകാത്ത ചില വിഷയങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ ഇത് നെഗറ്റീവുകളാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുക, ഒരു കാര്യം നീ അങ്ങോട്ട് ആപ്ലിക്കേഷൻ അയക്കേ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇന്ന് അയക്കേ, ഞാൻ നോക്കിക്കോളാം എന്ന് ആലോചിക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. എത്ര പേർക്ക് ഇത് മനസ്സിലായി? കർത്താവേ സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു പറഞ്ഞ അത് ചെയ്താൽ മതി. മനസ്സിൽ ദൈവം തോന്നിച്ച ചെയ്തോണം. ദൈവം ഇടപെടുക. അവര് 50 വീതം പള്ളിയുടെ ഇരുത്തുക എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. ഒരു ചോദ്യം ചോദിച്ചില്ല. 12 പേരും യേശു പറഞ്ഞ വാക്കനുസരിച്ചു. യേശു പറഞ്ഞ വാക്കനുസരിച്ച് നോക്കിയാൽ അവർ ആദ്യം പറഞ്ഞത് ഇവിടെ രാത്രിയാ, മരുഭൂമിയായി, ഇനി സന്ധ്യയായി കഴിഞ്ഞാൽ ഒന്ന് പല ബുദ്ധിമുട്ടാ, അവിടെ പരാധീനമാണ്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആഗ്രഹ കർത്താവേ, ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ, ഒട്ടുമില്ല എന്ന് പല കണക്കൂട്ടുകളും കണക്കൂട്ടി പറയുന്നവരോട് എന്നോട് ഞങ്ങൾ ദൈവം പറയുക, അത് ഇത്രയേ ഉള്ളൂ എങ്കിൽ മതി, അതൊന്നും നീ ഭാരമാക്കണം, നിനക്കുള്ളത് ഞാൻ വർദ്ധിപ്പിക്കാൻ കഴിയും. യേശു നിങ്ങൾ എഴുതിക്കൂ. എല്ലാവരും എഴുത്തി അവന് 5 അപ്പവും 2 മീനും എടുത്ത് കൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പ്രശാന്തമുള്ള മനുഷ്യരെ കൊടുത്തു. കർത്താവ് ചെയ്തു. മരുഭൂമിയിൽ മേശയൊരുക്കി. അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ 5 അപ്പം എടുത്തു. അതെ, ഇന്ന് പകർസമയം ദൈവത്തെ സാധ്യമാക്കൊന്നുമില്ല. നിനക്കുള്ള വസ്തു, നിനക്കുള്ള സമ്പത്തുമെല്ലാം ദൈവത്തിൽ പറഞ്ഞ കർത്താവ് ഇത്രയേ ഉള്ളൂ. എനിക്ക് മക്കൾക്ക് വേണ്ടി കരുതാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കത് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ കഴിച്ച് ഇത്രയേ ഉള്ളൂ. എത്ര സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും? എത്ര സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും? ക്രിസ്തു അനുഭവിച്ച് വർദ്ധിപ്പിക്കാൻ പോവുക. മേശൊരുക്കുവാൻ ദൈവത്തിൽ കഴിയും. ശൂന്യതകളിൽ അനുഗ്രഹം ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ദീർഘവർഷങ്ങളായി സംവത്സരമായി ബന്ധിച്ചിരുന്ന ബന്ധനത്തെ ഈശോയിക്കാൻ കഴിയും. മരുഭൂമിയിൽ മേശൊരുക്കുവാൻ ദൈവത്തിൽ കഴിയും. അതെ, ക്വാളിഫിക്കേഷൻ കാണത്തിലൊന്ന് കാണത്തില്ലായിരിക്കും. ദൈവാത്മാവ് ചില വഴികളെ തുറക്കാൻ പോവുക. ദൈവത്തെ നാമത്തിൽ കാണാൻ തിരുവാൻ അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കാൻ പോവുക. ദൈവം ദിവസങ്ങളിൽ മാറ്റി അതിന് മേശൊരുക്കാൻ പോവുക. അതെ, നീ അനുഭവിക്കുന്ന മരുഭൂമിയുടെ അവസ്ഥ ദൈവം കാണും, ഇല്ലായ്മയുടെ അവസ്ഥ ദൈവം കാണും. നമ്മൾ ശത്രുക്കൾ കാണുകയും മേശയൊരുക്കുന്നവനാ. മേശയൊരുക്കുന്ന നമ്മുടെ കർത്താവിന്റെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ സംവത്സരമായി രോഗബന്ധനത്തിലായിരുന്ന അവളെ അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നു. നമുക്ക് നൂർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞതുപോലെ ദീർഘവർഷങ്ങളായ ചില വിഷയങ്ങളാൽ പാടപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്ന ജീവിതങ്ങളെ ഈ വാസപ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം പറയുക, നിവർത്തുവാൻ നിവർന്ന് ദൈവത്തെ മഹത്വം കഴിക്കുവാൻ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ദൈവം ഒഴിവാക്കും. ഇത്രയെന്ന് പരസ്യം വിശ്വസിക്കുന്നു. ബഹുതരമുള്ള ആ വ്യക്തിയെയും അവൾ നോക്കിക്കൊണ്ടിരുന്നത് സൗഖ്യമാകുവാൻ, വിടുതൽ കിട്ടുവാൻ, ഇത്രമാത്രം വണ്ണം വെച്ചിരിക്കുന്ന ഇവനെ എങ്ങനെ സൗഖ്യമാക്കുമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ യേശുവിനെ സാധ്യമായിട്ടൊന്നുമില്ല. അവന്റെ കരം തൊട്ടാൽ ഏത് കാര്യങ്ങളെയും മാറി രൂപഭംഗിയുള്ളതാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. കുഴിഞ്ഞിരിക്കുന്നവർക്ക് യേശുവിന് കഴിയും. രൂപഭംഗിയില്ലാത്തതിനെ ഭംഗിയുള്ളതാക്കുവാൻ ദൈവത്തിന് കഴിയും. ശൂന്യതയിൽ സകലം നിവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ ഗർഭപാത്രത്തിന്റെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ ദൈവത്തിന് കഴിയും. അവനെ സാധ്യമായിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കഴിയും. വിരോധം പറഞ്ഞുകൊണ്ടേയിരിക്കും, ശത്രു എതിർത്തുകൊണ്ടേയിരിക്കും. വിടിവിക്കുന്നു എന്ന് വരുമ്പോൾ വിടുതൽ നൽകുന്ന സന്ദേശം കൈമാറുന്നുണ്ട്. പല സമയം മേശയൊരുക്കുന്ന കർത്താവ് നമ്മുടെ സാമ്പത്തിക സ്ഥിതികളിൽ ഇല്ലായ്മകളിൽ
നമുക്ക് വേണ്ടി മേശ ഒരുക്കാൻ കഴിയുന്നതായി നമുക്ക് ഉള്ളതന്നെ ദൈവാത്തിപ്പിച്ച ദിവസങ്ങളിൽ കൊടുക്കത്തക്ക സമ്പന്ന നൽകുവാൻ മരുഭൂമിയുടെ അവസ്ഥ മാറ്റി മേശ ഒരുക്കുവാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത് ചുറ്റുമാർഗതയും മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തതാക്കന്മാർ ചോദിച്ചിട്ട് മേശ ഒരുക്കാൻ കഴിയുമോ എന്ന് തന്നെ ദൈവത്തിൽ ഇറങ്ങി തിരിച്ചവർക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ബന്ധനമായിരിക്കുന്ന കുഴിഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തെ ആരാധിക്കുക, ബന്ധനമഴിക്കുവാൻ എന്റെ ദൈവത്തെ തലമുറകളെ ബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഒരു ബന്ധനം തിരിക്കാൻ കഴിയത്തില്ല. ഏത് വ്യക്തിയാണ് രൂപം നഷ്ടപ്പെട്ടതാണെങ്കിൽ യേശുവിന്റെ കല സ്പർശിച്ചു കഴിഞ്ഞാൽ രൂപഭംഗിയുള്ളതായി തീരുവാനിടയെത്തിരും സാധ്യമായിട്ടൊന്നുമില്ല. ദൂത് കൈമാറിക്കൊണ്ട് ഒരു ഉദ്ദേശം സാധ്യമാക്കുമെന്നുള്ള വചനം അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവേ ഇതുവരും ഒരു ഉദ്ദേശം നമ്മളെ പുനമണവാട്ടിയെ ചേർക്കാൻ വേണ്ടിയ രൂപഭംഗിയുള്ളതാക്കി തീർക്കാൻ വേണ്ടിയ ഇതൊരു പക്ഷേ നമുക്ക് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാണും. അതിന്റെ ദൈവത്തെ സാധ്യമാക്കുന്നില്ല. അവർ വരുമ്പോൾ തേജസ്സുള്ള സമയം ഒരുക്കിയെടുക്കുവാൻ ദൈവത്തെ കഴിയുമ്പോൾ അതുകൊണ്ട് പരിശുദ്ധമായ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരുക്കിയെടുക്കുമെന്നുള്ള ദൂത് കൂടി കൈമാറുന്നത് നമ്മൾ അങ്ങനെ മാറ്റി ക്രിസ്തുവിന്റെ മണവാട്ടിയെ രൂപഭംഗിയുള്ളതാക്കി മാറ്റുവാൻ അവന്റെ കഥം നമ്മുടെ മേൽ ഇന്നത്തെ സമീപവാസഭ ചലിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞാടിന്റെ കാന്തയെ തീരാനുള്ളതായ രൂപഭംഗി വരുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി പകലിനെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, നമ്മെ ദൈവത്തിന്റെ മണവാട്ടിയായി നമ്മളോട് ചേർക്കുവാൻ വേണ്ടി യേശുവരും ഒരു ഉദ്ദേശം ഒന്നും അത് നടക്കാതെ പോകില്ല. നിനക്ക് സകലവും കഴിയും. അതെ, അങ്ങയുടെ മണവാട്ടിയാക്കി തീർക്കുവാൻ എന്റെ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന് കഴിയും. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അത് ചെയ്യുവാനുള്ള പാക്കറ്റൊക്കെ ഞാൻ നയിക്കും. അതിനുവേണ്ടി എനിക്ക് ഉദ്ദേശമുണ്ട്. അതെന്നിൽ എന്റെ കുടുംബത്തെ പേറ്റുള്ളതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന വാക്കുകളെ ഒരുമിട്ടുകൊണ്ട് നമുക്ക് ദൈവം സഹായിക്കാം.